ഹലോ ഓൾ, കെ എസ് മെൻറ്ററിൻ്റെ കലാശക്കൊട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു സീരീസ് ഓഫ് വീഡിയോസ് PYQ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കറിയാം PYQs എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ പ്രധാനമായിട്ട് ഇപ്പോൾ മെയ് 2 എക്സാം ഉള്ളവർക്ക് പെട്ടെന്നൊരു ഒരു റാപ്പിഡ് റിവിഷൻ, അതും PSC ചോദിച്ച പാറ്റേണുകളിലൂടെ ക്വസ്റ്റ്യൻസിലൂടെ പോയിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിൽ നിന്ന് ഇനി ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ, കറണ്ട് അഫയേഴ്സും PYQയുമായിട്ട് ലിങ്ക് ചെയ്ത കാര്യങ്ങൾ ഇപ്പം വരാൻ പോകുന്ന പ്രിലിംസിന് എങ്ങനെയൊക്കെ ചോദിച്ചേക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓരോ സബ്ജക്റ്റ് വൈസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അധികം സമയം കളയുന്നില്ല, നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2021 മുതൽ 2025 വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പോകാം. അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫാക്റ്റുകളും അത് എങ്ങനെ ഇനി മോഡിഫൈ ചെയ്ത് ഇനി ഇന്നത്തെ റെലവൻസ് അനുസരിച്ച് എങ്ങനെ ആ ക്വസ്റ്റ്യൻ മാറ്റി PSC ചോദിച്ചേക്കാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഒരു ഹോട്ട് ടോപ്പിക് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിനും ഹോട്ട് ടോപ്പിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. PYQയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എനർജി ക്രൈസിസ്, എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻവയൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കിൽ പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതായിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റും നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ടേബിളുകളും കുറച്ച് ഇൻഫോർമേഷനും കുറച്ച് ഇൻഫോഗ്രാഫിക്കും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ സെഷനിൽ. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ടു എൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം നോട്ടൊക്കെ കയ്യിൽ വെച്ച് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നോട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്യുവർലി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയർ പവർ ഇൻ ഇന്ത്യ, ഞാൻ പറഞ്ഞില്ല എനർജി റിലേറ്റഡ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ന്യൂക്ലിയർ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒന്ന് പറയാം. ആദ്യ ക്വസ്റ്റ്യൻ, വേർ ഇൻ ഇന്ത്യ വാസ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ബിൽഡ്? ഇന്ത്യയിൽ എവിടെയാണ് ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ബിൽഡ് ചെയ്തതെന്നാണ്. അപ്പോൾ തമിഴ്നാട്ടിലാണോ, മഹാരാഷ്ട്രയിലാണോ, കർണാടകയിലാണോ, ഉത്തർപ്രദേശിലാണോ? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്, മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പേരെന്താ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. 1969 മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥാപിച്ചത്. ഇത് നമ്മൾ ഒറ്റയ്ക്കാണ് സ്ഥാപിച്ചതല്ല, നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ US അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇതൊരു ബോയിലിംഗ് വാട്ടർ റിയാക്ടറാണ്, വെള്ളം തിളപ്പിച്ച് അതിൻ്റെ ഒരു സ്റ്റീം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു ന്യൂക്ലിയർ റിയാക്ടർ ആയിരുന്നു ഈ ഒരു മഹാരാഷ്ട്രയിലെ താരാപൂർ റിയാക്ടർ. ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ്. അപ്പം ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറയാൻ കാരണം എന്തായിരിക്കും? കാരണം എന്താ, നമ്മൾ കറണ്ട് അഫയേഴ്സിൽ എന്ത് കണ്ടു നമ്മുടെ 2-3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം, ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം, അതിൻ്റെ 2ാമത്തെ സ്റ്റേജ് വിജയകരമായിട്ട് ഇപ്പോൾ April 6 സക്സസ്ഫുൾ ആയി ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു. എന്താണ് ക്രിട്ടിക്കാലിറ്റി? ഒരു റിയാക്ഷൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ ഫിഷൻ കണ്ടിന്യൂസ്ലി ആ ന്യൂട്രോണുകളെ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ആ ഒരു റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ ആ ഒരു പ്രോസസ്സ് സെക്കൻഡ് സ്റ്റേജിലെ ഏതാണ്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ് സെക്കൻഡ് സ്റ്റേജ്. അപ്പം എത്ര ഫ്യൂവൽ കൊടുക്കുന്നോ അതിൽ കൂടുതൽ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കൺസ്യൂം ചെയ്യുന്ന ഫ്യൂവലിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്, അതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സാധാരണ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ, PHWR ആണ്, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ഫസ്റ്റ് സ്റ്റേജ്. അത് ഓൾറെഡി നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തത്. നമുക്കുള്ള കുറച്ച് യുറേനിയം, നമ്മുടെ ലെസ് ഫിസൈലായിട്ടുള്ള കുറച്ച് യുറേനിയം ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന പ്ലൂട്ടോണിയം ആയിരിക്കും നമ്മൾ സെക്കൻഡ് സ്റ്റേജിലെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആയെന്ന് നമ്മൾ പറഞ്ഞത്. ഈ പ്ലൂട്ടോണിയം കൊണ്ട് നമ്മുടെ 3ാമത്തെ സ്റ്റേജ്, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് 3ാമത്തെ സ്റ്റേജാണ്. അത് എന്താണ്? അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണ്. അവിടെ പറയുന്നത്? അവിടെ നമ്മൾ തോറിയമാണ്. അപ്പോൾ ഈ 3 എലമെൻറ്റുകൾ ആ ഓർഡറിൽ പഠിക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ യുറേനിയം ഉപയോഗിച്ചു, സെക്കൻഡ് സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടിയ പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നു, തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയ പ്ലൂട്ടോണിയം, തോറിയം, നമുക്ക് എന്താണ് ഈ ലോകത്തിലെ തന്നെ 25% തോറിയം റിസർവ്, അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള തോറിയത്തിൻ്റെ ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഈ 25% തോറിയം റിസർവുകൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവനെ എന്ത് ചെയ്യണം? ഇവനെ ന്യൂക്ലിയർ റിയാക്ടറിലൂടെ ഉപയോഗിച്ച് ഇവൻ്റെ എനർജി എടുക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമാക്കണം. അപ്പോൾ ഇന്ത്യയുടെ എനർജി ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ ഇത് വളരെ സഹായിക്കും. അപ്പോൾ തോറിയത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് തേർഡ് സ്റ്റേജ് വരെയെങ്കിലും എത്തണം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് സക്സസ്ഫുൾ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി തേർഡിലോട്ട് കയറിയാൽ മതി. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യുക. ആ എലമെൻറ്റുകളുടെ ഓർഡറും
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി പിന്നെ ഇപ്പോൾ ഓൾറെഡി താരാപൂറിനെ കുറിച്ച് ചോദിച്ചു, ആദ്യത്തേത് എവിടെയാണെന്ന് ചോദിച്ചു, മഹാരാഷ്ട്രയിൽ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ പ്രധാനമായിട്ടും ഉള്ള പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളും അറ്റോമിക് പവർ സ്റ്റേഷനുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ പേരും അറ്റ്ലീസ്റ്റ് സംസ്ഥാനമെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലിപ്പോൾ നിങ്ങൾ റിയാക്ടർ ടൈപ്പോ കപ്പാസിറ്റി ഒന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ കൂടംകുളത്താണ്, കൂടംകുളം തമിഴ്നാട്ടിലാണ്. ഓക്കെ, ഇതെല്ലാം NPCIലാണ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ PFBR തമിഴ്നാട്ടിലുള്ള ഭാവിനി മാത്രമാണ്. ഭവിനി എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അവർ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ളൊരു സെക്ടറാണ്. അവർ മാത്രം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു തമിഴ്നാട്ടിലുള്ളൊരു അറ്റോമിക് പവർ സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ പേരും സംസ്ഥാനവും മാത്രം നോട്ട് ചെയ്ത് പോകാം. നറോറ UP ആണ്. ഈ ടേബിൾ നിങ്ങൾക്ക് PPT കിട്ടുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിപ്പോൾ റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ജസ്റ്റ് നോക്കുക, കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്, കൈഗ കർണാടകയിലാണ്, കക്രപ്പാർ ഗുജറാത്തിലാണ്, നമ്മുടെ വെസ്റ്റ് കോസ്റ്റിലുള്ള ഗുജറാത്തിലാണ് ഈ ഒരു അറ്റോമിക് പവർ സ്റ്റേഷൻ. രാജസ്ഥാൻ അതേ പേര് തന്നെയാണ്, താരാപൂറുണ്ട്, കൂടംകുളം തമിഴ്നാട്ടിലുമാണ്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ എനർജിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അടുത്ത ക്വസ്റ്റ്യനും ന്യൂക്ലിയർ എനർജിയെക്കുറിച്ച് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി ഷെയറിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യനാണ് PSC PYQൽ ചോദിച്ചിട്ടുള്ളത്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി കംസ് ഫ്രം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ? ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്ന് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ എത്ര ശതമാനമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇത് ഏകദേശം 3% തന്നെയാണ് ഇപ്പോഴും, 3 to 3.6 ആ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ തന്നെയാണ് ഇപ്പോൾ ചോദിച്ചാലും ഇതിൻ്റെ ആൻസർ 3% തന്നെയാണ് വരുന്നത്. ഈ 3% എന്ന് പറയുന്നത് എന്താ? ഒരു ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു ലെസ് പൊല്യൂട്ടിങ് എനർജിയാണ്. എന്നിട്ട് നമുക്ക് 3% മാത്രമേ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവിടെ അത്രയും സ്കോപ്പ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 3% ആണ് ഇപ്പോൾ ഉള്ളത്. ന്യൂക്ലിയർ പവർ കോൺട്രിബ്യൂട്ട്സ് 3% ഓഫ് ഇന്ത്യസ് ടോട്ടൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ 3% ന്യൂക്ലിയർ പവർ. ഡെസ്പൈറ്റ് ഹാവിങ് മൾട്ടിപ്പിൾ ഓപ്പറേഷണൽ റിയാക്ടേഴ്സ്, നമ്മൾ നേരത്തെ കണ്ടു, പല സംസ്ഥാനങ്ങളിലെയും ഓപ്പറേഷണൽ റിയാക്ടറുകൾ നമ്മൾ നേരത്തെ കണ്ടു. ഓരോ സംസ്ഥാനം വൈസ് അതിൻ്റെ പേരും, നറോറ എവിടെ UPയിലാണ്, കൂടംകുളം എവിടെ തമിഴ്നാട്ടിലാണ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. എന്നിട്ട് ഇത്രയും ഓപ്പറേഷണൽ റിയാക്ടറുകൾ ഉണ്ടായിട്ടും വെറും 3% മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. Nuclear energy remains a small but growing part of India's energy mix. India aims to significantly expand nuclear capacity by 2031. അപ്പോൾ ഈ 2031 എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ കപ്പാസിറ്റി കൂടുകയും വേണം. നമ്മൾ എന്തുകൂടെ അച്ചീവ് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ 3ാമത്തെ സ്റ്റേജിലൂടെ നമുക്ക് ഈ 2031 ആകുമ്പോഴേക്ക് എത്തിയാൽ അത്രയും നല്ലതാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ 3% എന്ന കാര്യം മറക്കില്ല. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ന്യൂക്ലിയർ എനർജിയെക്കുറിച്ചുള്ള ഫാക്റ്റുകളും ട്രിവിയകളും ഒക്കെ നോട്ട് ചെയ്ത് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും എനർജി റിലേറ്റഡ്, എനർജി സെക്ടറിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ കോൺട്രിബ്യൂഷൻ ടു ഇലക്ട്രിസിറ്റി ജനറേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് റിന്യൂവബിൾ എനർജി എന്ന് അറിവ് വേണം. ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഇന്ത്യയിൽ ഇതിൻ്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? ഏറ്റവും ആ ഒരു ഗ്രഡേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോളാർ പവർ, വിൻഡ് പവർ, ബയോമാസ്. ഇവിടെ ഇല്ലാത്ത ഒരാൾ ആരാണ്? ഇവിടെ ഇല്ലാത്തത് ഹൈഡ്രോ പവർ ആണ്. ഈ ഹൈഡ്രോ എന്ന് പറയുന്നത് ആക്ച്വലി വിൻഡിൻ്റെയും ബയോമാസിൻ്റെയും ഇടയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലുള്ള സോളാർ ആണ്, സെക്കൻഡ് വിൻഡ് ആണ്, പിന്നെ ഹൈഡ്രോ വരും, പിന്നെയാണ് ബയോമാസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ D ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. കണ്ടോ, PSC PYQ എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലി കിട്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോളാർ ആണ്, അത് കഴിഞ്ഞ് വിൻഡ്, അതിന് ശേഷമാണ് ഹൈഡ്രോ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബയോമാസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റിന്യൂവബിൾ എനർജി. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ എനർജി റിന്യൂവബിൾ ആണോ? ന്യൂക്ലിയർ എനർജി ഒരു റിന്യൂവബിൾ എനർജിയുടെ കേസിൽ വരുമോ? ഇല്ല, ന്യൂക്ലിയർ എനർജി റിന്യൂവബിൾ അല്ല. കാരണം ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെസ് പൊല്യൂട്ടിംഗ് ആണ്, സസ്റ്റൈനബിൾ ആണെന്ന് എന്ന് പറഞ്ഞാൽ പോലും ന്യൂക്ലിയർ എനർജി റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ ഗണത്തിൽ നമ്മൾ പൊതുവേ പറയാറില്ല. കാരണം എന്താ? കാരണം അവിടെ ഉപയോഗിക്കുന്ന യുറേനിയവും പ്ലൂട്ടോണിയം ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം അത്രയും അടിഞ്ഞുകൂടി നമ്മൾ ഡെപ്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന റേഡിയോ ആക്റ്റീവ് മിനറൽസ് ആണ്. അപ്പോൾ അത് പെട്ടെന്ന് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല, ലിമിറ്റഡ് സോഴ്സ് ആണ്. അതുകൊണ്ട് അതിനെ റിന്യൂവബിൾ നമ്മൾ വിളിക്കാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ന്യൂക്ലിയർ എനർജി റിന്യൂവബിൾ എനർജി അല്ല. ഓക്കെ, കറക്റ്റ് ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്രഡേഷൻ ഓർത്തോണം. സോളാർ പവർ, വിൻഡ് പവർ, അതിൻ്റെ ഇടയ്ക്ക് ഹൈഡ്രോ വരും. ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ലാൻഡ്സ്കേപ്പ് സോളാർ പവർ ആണ് ലീഡ് ചെയ്യുന്നതെന്ന കാര്യം മറക്കരുത്. തൊട്ട് താഴെ വിൻഡ്, പിന്നെ ഹൈഡ്രോ. ഓക്കെ, മൂവിങ് ഓൺ.
നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ കവർ ചെയ്തു. ഇനിയുള്ളത് എൻവയൺമെൻറ്റ് വളരെ വെയിറ്റേജ് ഉള്ള ഏരിയയാണ്. എൻവയൺമെൻറ്റിൽ നിന്ന് ഇപ്പം എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൂവ്മെൻറ്റുകൾ, എൻവയൺമെൻറ്റ് പ്രൊട്ടസ്റ്റുകളാണ് ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് ആയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എൻവയൺമെൻറ്റ് പ്രൊട്ടസ്റ്റുകളെ കുറിച്ച് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഓൾറെഡി ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. എൻവയൺമെൻറ്റ് പ്രൊട്ടസ്റ്റുകളുടെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഓൾറെഡി ക്രിസ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ചിപ്കോ മൂവ്മെൻറ്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ്. അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ചിപ്കോ മൂവ്മെൻറ്റ് വാസ് എൻ അഗ്രേറിയൻ മൂവ്മെൻറ്റ്. ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊയ്ത്ത് വിളകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റ് ആണോ? അല്ല. ചിപ്കോ മൂവ്മെൻറ്റ് ഒരു അഗ്രേറിയൻ മൂവ്മെൻറ്റ് അല്ല. അപ്പോൾ 1 തെറ്റി. 1 തെറ്റിയെങ്കിൽ ഉടനെ ഓപ്ഷൻ നോക്കണം. 1 ഉള്ള ഓപ്ഷൻ എല്ലാം കട്ട് ചെയ്യുക. 1 ഉള്ള ഓപ്ഷൻ എല്ലാം കട്ട് ചെയ്താൽ ആൻസർ എന്താണ്? കണ്ടോ, നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 1 ഉള്ള ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല. 1 ഇല്ലാത്ത ഓപ്ഷൻ നോക്ക്. 1 ഇല്ലാത്ത നമുക്ക് കണ്ടോ, ഇത് സാധാരണ ഇപ്പം നമുക്ക് എക്സാമിനാണേലും ഇങ്ങനെ മിസ്റ്റേക്ക് വരാം. നമ്മൾ ഈ നോട്ട് കറക്റ്റ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാറില്ല. ഇവിടെ ഒരു സെക്കൻഡ്, നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം 1 തെറ്റാണ്. അപ്പം 1 ഓപ്ഷനിൽ എന്തായാലും വരണം. അപ്പം 1 ഇല്ലാത്ത ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നൺ ഓഫ് ദി എബോവും നോൺ കറക്റ്റ് ആണ്, അങ്ങനെ ഇല്ല. അപ്പോൾ 1 എന്തായാലും തെറ്റാണ്. അപ്പോൾ 1 ഓൺലിയാണ് ഇവിടെ ആൻസർ. ഈ 2 കറക്റ്റാണ്. ചിപ്കോ മൂവ്മെൻറ്റ് ഗോട്ട് ഇൻസ്പയർഡ് ബൈ ദ സർവോദയ മൂവ്മെൻറ്റും ഗൗരാദേവി എന്ന് പറയുന്ന ലീഡർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ചിപ്കോ മൂവ്മെൻറ്റ്, അതും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം എന്തായാലും ശരിയാണ്. ഇവിടെ നോട്ട് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഓൺലിയാണ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ശരി. അപ്പോൾ ആക്ച്വൽ എക്സാമിന് ഇപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോകും. നോട്ട് കറക്റ്റും ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് പോവുക, എന്നിട്ട് മാത്രം ഓപ്ഷനിലേക്ക് നോക്കുക. അപ്പം നോട്ട് കറക്റ്റ് 1 മാത്രമേ ഉള്ളൂ. അഗ്രേറിയൻ മൂവ്മെൻ്റ് അല്ല, അതൊരു എൻവയൺമെൻറ്റൽ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, statement 1 is incorrect. Chipko movement was an environmental or forest conservation movement, not an agrarian movement. It was primarily about protecting trees from commercial logging. ലാർജ് സ്കെയിലായിട്ട് മരം മുറിക്ക് എതിരെയുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻറ്റ് വാസ് ഇൻഡീഡ് ഇൻസ്പയർഡ് ബൈ ദ സർവോദയ മൂവ്മെൻറ്റ് ഓഫ് ഗാന്ധിയൻ ഫിലോസഫി. അപ്പോൾ ഗാന്ധിയുടെ ഫിലോസഫി ആയിട്ടുള്ള സർവോദയ, ലാസ്റ്റ് സീക്കിംഗ് മാൻ, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിക്ക് വരെ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുക, വെൽഫെയർ ബെനിഫിറ്റ് കിട്ടുക, ഇതാണ് അവനെ അപ്ലിഫ്റ്റ് ചെയ്യുക. ഇതാണ് ഗാന്ധിജിയുടെ സർവോദയ മൂവ്മെൻറ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിലോസഫി തന്നെയാണ് ചിപ്കോ മൂവ്മെൻറ്റും. ഗൗരാദേവി എന്ന് പറയുന്ന ലീഡർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. 1974 രേണി വില്ലേജ്, ഉത്തരാഖണ്ഡിലെ രേണി വില്ലേജിനാണ് ഈ ഗൗരാദേവി എന്ന് പറയുന്ന ലീഡർ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിയത്. ഈ മൂവ്മെൻറ്റ് 73 ഉത്തരാഖണ്ഡിൽ വെച്ചാണ് ചിപ്കോ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫാക്റ്റുകൾ ഓർക്കുക. ഗൗരാദേവി എന്ന് പറഞ്ഞ ലീഡറിൻ്റെ പേര് ഓർക്കുക. ഇതെന്താണ്, ഗാന്ധിയുടെ ഫിലോസഫി ആയിട്ടുള്ള സർവോദയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മറക്കല്ല. ഇതൊരു അഗ്രേറിയൻ മൂവ്മെൻ്റ് അല്ല, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, മരം മുറി എൻവയൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആണ് ചിപ്കോ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ഓൺലി, നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്, മറക്കരുത്. ഓക്കെ, അടുത്ത് എൻവയൺമെൻറ്റൽ ലെജിസ്ലേഷൻ കണ്ടു. പിന്നെ എൻവയൺമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, എൻവയൺമെൻറ്റൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്. ഇവിടെ കൺഫ്യൂഷൻ വരില്ല, കറക്റ്റ് ശരി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ലോജിക്കലി നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും അതിൽ ശരി ഏതാണെന്നായിരിക്കും നമ്മുടെ മുന്നിലോട്ട് പോയി. തെറ്റ് പൊതുവേ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ശരി നമുക്ക്, കാരണം നമ്മൾ പഠിച്ചു വെച്ച നോട്ട്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അത് ശരിയായിട്ട് എടുക്കാനായിരിക്കാം, ശരിയായിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾ പോസിറ്റീവ് അപ്രോച്ചിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ 1986. ശരിയാണോ? അതെ, അത് ശരിയാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 വാസ് ഇനാക്റ്റഡ് ടു ഹെൽപ്പ് കൺസർവ് ദ കൺട്രീസ് ഫോറസ്റ്റ്. അതും ശരിയാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ 1980 കൺസർവ് ചെയ്യാൻ വേണ്ടിയാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 18/10/2020 അണ്ടർ ദ NGT ആക്ട് 2020. അത് തെറ്റാണ്. കാരണം ഈ ഒരു വർഷം വെച്ചാണ് അവർ തെറ്റ് ചെയ്യുന്നത്. 2010 അപ്പം 3 തെറ്റാണെന്ന് കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും ഓൺലി 1 and 2. ഓപ്ഷൻ എ ആണ് 5ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. നാഷണൽ ഗ്രീൻ കണ്ട ഈ വർഷം വെച്ച് 2010 NGT ആക്ട്, നാഷണൽ ഹരിത ട്രിബ്യൂണൽ എപ്പോഴാണ്? 2010 ആക്ട് പ്രകാരമാണ് വന്നത്. എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 86 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അതിനുശേഷമാണ് ഈ ഒരു ആക്ട്, എൻവയൺമെൻറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെന്ന് പറഞ്ഞ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് ശേഷമാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ടു പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഫോർ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ.
ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 റെസ്ട്രിക്ട്സ് ദ യൂസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ്. അപ്പം വനേതര ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ എക്സ്ട്രാ പെർമിഷൻ വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം എന്നൊക്കെ ആക്കിയത് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ്. NGT ആക്ട്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 എസ്റ്റാബ്ലിഷ് ദ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോർ എഫക്റ്റീവ് ഡിസ്പോസൽ ഓഫ് എൻവയോൺമെൻറ്റൽ കേസസ്. നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ആദ്യം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ ആയിരിക്കും നമ്മൾ പോയി അപ്രോച്ച് ചെയ്യേണ്ടത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ചെന്നിട്ട് വേണം നമ്മൾ ഈ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് കേസസ് ഡീൽ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രത്യേക നമ്മുടെ സാധാരണ കോടതിയെ ഒന്ന് ഓവർ ബേർഡൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എൻവയോൺമെൻറ്റൽ കേസസിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ഗ്രീൻ ട്രിബ്യൂണൽ വഴി നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 2010 ഈ ആക്ട് വന്നത്. ഓക്കെ, അടുത്ത എൻവയോൺമെൻറ്റും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താ? പ്രത്യേക രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസ് ഉണ്ട്, അവർ ടെമ്പറേച്ചർ കൂട്ടുന്ന ഗ്യാസാണ്. നമ്മുടെ എർത്തിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് വരുന്ന ഹീറ്റ് ട്രാപ്പ് ചെയ്ത് വെക്കുന്ന ചില ഗ്യാസസ് ഉണ്ട്, അവരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അവർ ഏതൊക്കെയാണ്? വളരെ സിമ്പിളായിട്ടാണ് PSC ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നോക്കിക്കേ, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, N2 ഉണ്ട്, CO2 ഉണ്ട്, മീത്തേൻ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഇതിൽ എല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. നൈട്രസ് ഓക്സൈഡ്, N2O, CO2, CH4 ഇവയെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് 6ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഓസോൺ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ. അപ്പോൾ ചൂട് കൂടി നമ്മളുടെ ക്ലോറോഫ്ലൂറോ കാർബൺ ഇതിനെ തിന്നുന്നു. ഓസോൺ എന്ന് പറയുന്ന നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ ഇവൻ നല്ലവനാണ്. യു വി റേസിൽ നിന്ന് മനുഷ്യനെ അല്ലെങ്കിൽ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഓസോൺ. ഈ ഓസോണെ തിന്നുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജുകളിലൊക്കെയുള്ള റെഫ്രിജറൻറ്റുകൾ, CFC, ക്ലോറോഫ്ലൂറോ കാർബൺ, ഇതുപോലുള്ള കെമിക്കലുകളാണ്. ഇതാണ് ഓസോൺ ഡിപ്ലീഷൻ. അപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ നടന്നാൽ UV റേയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, കൂടുതൽ റേഡിയേഷൻ ഇങ്ങോട്ട് വരുന്നു, കൂടുതൽ ഇവിടെ ചൂടാകുന്നു. ഈ തിരിച്ചു പോകുന്ന ചൂടൊന്നും എങ്ങോട്ട് ഫുള്ളി ഇവിടുന്ന് വിട്ടു പോകുന്നില്ല. ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന സാധാരണ ഒരു ഗ്ലാസ് ഹൗസിൽ നമുക്കറിയാം ഈ ചെടികൾ വളർത്താൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഹൗസാണ് ആക്ച്വലി ഗ്രീൻ ഹൗസ്. അവിടെ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഗ്ലാസ് കൊണ്ട് ഈ ഒരു ചില്ല് കൂടാരം ഉണ്ടാക്കുമ്പോൾ അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെയിൽ ഉള്ളിലോട്ട് മാക്സിമം സൺലൈറ്റ് കയറും, പക്ഷെ പുറത്തോട്ട് അത് പെട്ടെന്ന് പോവില്ല. 1 വേ ടിക്കറ്റാണ്. ഉള്ളിലോട്ട് കയറും, പിന്നെ ഉൾഭാഗം ഫുള്ള് ചൂടാക്കും. ഇതേ എഫക്റ്റ് നടക്കുന്നതുകൊണ്ടാണ് ഈ ഗ്യാസസ്, ഈ വാതകങ്ങൾ ഇതേ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ D ആണ്. നമുക്ക് എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. All 3 gases, nitrous oxide, CO2 and methane are greenhouse gases that contribute to global warming. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് CO2 ആണ്. ബാക്കിയുള്ള ഗ്യാസസ് ഇങ്ങനെ ചൂട് കൂട്ടുന്നതിൻ്റെ പ്രതിഭാസം നമ്മൾ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എപ്പോഴും ബേസ് എടുത്തേക്കുന്നത് CO2 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഗ്യാസസ് ഒക്കെ എത്രത്തോളം പൊട്ടൻ്റ് ആണ് നമ്മൾ നോക്കും. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും എത്രത്തോളം ചൂട് ഈ ഗ്യാസസ് പിടിച്ചു വെക്കുന്നു. അതാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം CO2 ആണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 ആയിട്ട് എടുക്കും. ബേസ് CO2 ആണ്. മീത്തേൻ എടുത്താൽ കണ്ടോ 25 ടൈംസ് CO2 ആണ് അതിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. നൈട്രസ് ഓക്സൈഡ് എടുത്താൽ 298 ടൈം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നൈട്രസ് ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ആ ഒരു കോൺസെപ്റ്റോട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ബേസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 1, അതിൽ കൂടുതലാണ് ബാക്കി ഗ്രീൻ ഹൗസ് ഗ്യാസസിനൊക്കെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണം നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടോ CO2 ആണ് ഏറ്റവും കൂടുതൽ. ഈ ഒരു ഗ്രഡേഷനോട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. അപ്പം ഇവിടെ നിങ്ങൾ കാണാം ഓസോൺ, സാധാരണ ഓസോൺ നമ്മൾ നല്ല ആളാണെന്ന് പറയും, പക്ഷേ ട്രോപ്പോസ്ഫിയറിലെ ഓസോൺ നമ്മുടെ ഏകദേശം ഗ്രൗണ്ടിൽ നിന്ന് 18 കിലോമീറ്റർ വരെയാണ് മാക്സിമം ട്രോപ്പോസ്ഫിയർ. സാധാരണ 8 കിലോമീറ്ററും
പോളുകളിൽ 8 കിലോമീറ്ററും ഇക്വേറ്ററിൽ 18 കിലോമീറ്ററുമാണ് ഈ ഒരു ട്രോപ്പോസ്ഫിയർ റൈസ് ചെയ്യുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിൻ്റെ അവിടെ കാണുന്ന ഓസോൺ എന്താണ്, അവിടെ അത് പൊല്യൂട്ടിംഗ് ആണ്, അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ആ ഓസോൺ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ CO2 56, ഏറ്റവും കൂടുതലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് CO2 ആണ്. തൊട്ട് താഴെ മീഥേൻ ഉണ്ട്, പിന്നെ ആരാണ്, പിന്നെ ഹാലോ കാർബണുകളാണ്. ഓക്കെ, പിന്നെ നൈട്രസ് ഓക്സൈഡുകളുണ്ട്, പിന്നെ ഓസോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് NCERT-യിലും ഇതുപോലുള്ളൊരു ഫിഗർ ഉണ്ട്, അതും ഒന്ന് റെഫർ ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. എൻവയൺമെൻറ്റൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻവയൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് റിലേറ്റഡ് ടു ഹഗ് ദ ട്രീസ്? ഈ PYQ ഉണ്ട്, വളരെ സിമ്പിളാണ്. ഹഗ് ദ ട്രീസ്, ആ പേരിൽ തന്നെ ഉണ്ട്, ചിപ്കോ. ചിപ്കോ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ എന്താ? ചിപ്കോ. ചിപ്കാന എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്യുക, അതാണ് ചിപ്കോ. ഹഗ് ദ ട്രീസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ D ആണ്. ഓക്കെ, ഓപ്ഷൻ D ആണ് ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ് BSc ചോദിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടോട് നിങ്ങൾ നോക്കിപ്പോണം. ഇതെന്താണ്? ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെൻറ്റ് ആയിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗൗരാദേവി എന്ന് പറഞ്ഞ ലീഡറെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പേരോട് നോട്ട് ചെയ്തോ, സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണയും ഗൗരാദേവിയും ഒക്കെ ആയിരുന്നു ഈ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ലീഡേഴ്സ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നല്ലോ, ഇതിന് തൊട്ട് സെക്കൻഡ് ക്ലാസ് ക്വസ്റ്റ്യൻ കണ്ടു. ഇതെന്താണ്, ഇതെന്തിനെതിരെയാണ്? മരം മുറി അമിതമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ലോഗിങ്ങിനെതിരെയായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഉത്തരാഖണ്ഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് 1973. Was is synonymous with hugging trees. The word chipko literally means to hug, to cling in Hindi. Villages, especially women. അപ്പോൾ women led environmental movement ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് ആണ് ചിപ്കോ മൂവ്മെൻറ്റ്. എംബ്രേസ് ട്രീസ് ടു പ്രിവെൻറ്റ് ലോഗേഴ്സ് ഫ്രം കട്ടിങ് ഡൗൺ. അപ്പം വെട്ടാൻ വന്ന മരത്തിന് ചുറ്റും ഇവരെന്താ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ആ മരം മുറി സമ്മതിച്ചില്ല. അതായിരുന്നു ഈ മൂവ്മെൻറ്റിൻ്റെ തുടക്കം. ഇൻസ്പയർഡ് ദ അപ്പിക്കോ മൂവ്മെൻറ്റ് ഇൻ കർണാടക. ഏകദേശം റൈമിങ് വേർഡ്സ് ആണ്, ചിപ്കോ അപ്പിക്കോ, നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഈ ചിപ്കോയ്ക്ക് ശേഷം അതിൽ നിന്ന് മോട്ടിവേഷൻ കൊണ്ട് ഇൻസ്പിറേഷൻ ഏറ്റെടുത്തിട്ടാണ് ഈ അപ്പിക്കോ മൂവ്മെൻറ്റ് വന്നത്. ഇത് കർണാടകയിലാണ് നടന്നത്. അപ്പിക്കോ മൂവ്മെൻറ്റ് കർണാടകയിലാണ് നടന്നത്. 1983 കർണാടകയിൽ വെച്ചാണ് ഈ എപ്പിക്കോ. ഇത് ഒരു എൻവയൺമെൻറ്റൽ മൂവ്മെൻ്റ് ആണ്. റിസൾട്ടഡ് ഇൻ എ 15-year ബാൻ ഓൺ കൊമേഴ്ഷ്യൽ ഫെല്ലിംഗ് ഇൻ ഹിമാലയൻ ഫോറസ്റ്റ്. അപ്പോൾ ഹിമാലയൻ ഫോറസ്റ്റുകളിൽ 15 വർഷത്തെ ബാൻ ഏർപ്പെടുത്താൻ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് സഹായമായി. ഓക്കെ, ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ലീഡേഴ്സിൻ്റെ കാര്യം ഓർക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എൻവയൺമെൻറ്റൽ മൂവ്മെൻറ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു ക്രിസ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് റിവൈസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ ഇഷ്യൂസ്, എൻവയൺമെൻറ്റൽ ഇഷ്യൂസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്ലാനറ്ററി ബൗണ്ടറീസ്. അതെന്താണ് ക്വസ്റ്റ്യൻ? കോൺസെപ്റ്റ് എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വലിയ ഡെപ്തിലോട്ടൊന്നും പോയിട്ടില്ല. ഒരു ലിസ്റ്റ് തന്നിട്ട് ഇതിൽ ഏതാണ് പ്ലാനറ്ററി ബൗണ്ടറീസ് ഒന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഈ കോൺസെപ്റ്റ് എന്താണെന്ന് മാത്രമാണ് PSc ചെക്ക് ചെയ്യുന്നത്. കാരണം ആ ഒരു ലെവൽ മാത്രമേ ഇവിടെ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഓപ്ഷൻ നോക്കാം. ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്ത് ആണോ? അല്ല. ക്രിട്ടിക്കൽ ത്രഷോൾഡ് ഫോർ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഏത് ലെവൽ വരെ പോകാം? ഈ ലെവൽ കഴിഞ്ഞാൽ പിന്നെ അത് ഇറിവേഴ്സിബിൾ ആണ്. ഒരു പരിധിക്ക് മുമ്പ് കഴിഞ്ഞാൽ ആ ഒരു ഡാമേജ് എൻവയൺമെൻറ്റിന് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എത്തിപ്പോവും. അതാണ് പ്ലാനറ്ററി ബൗണ്ടറീസ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻ നോക്കാം. പൊട്ടൻഷ്യൽ ഫോർ കോളനൈസിങ് അതർ പ്ലാനറ്റ്സ് അല്ല. എക്കണോമിക് കോസ്റ്റ് ഓഫ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ അതുമല്ല. അപ്പോൾ പ്ലാനറ്ററി ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ത്രഷോൾഡ് ഫോർ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ഇത് കുറേ അധികം എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പ്ലാനറ്ററി ബൗണ്ടറീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ക്രിട്ടിക്കൽ ത്രഷോൾഡ് ഫോർ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. സേഫ് ഓപ്പറേറ്റിംഗ് സ്പേസ് ആയിട്ട് മനുഷ്യന് എർത്തിൽ ജീവിക്കണമെങ്കിൽ ഈ പ്ലാനറ്ററി ബൗണ്ടറീസ് ഒന്നും എത്താൻ പാടില്ല. അതിൻ്റെ ആ ഒരു സേഫ് ലിമിറ്റിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ബൈ ജോഹാൻ റോക്സ്ട്രോം ആൻഡ് കൊളീഗ്സ് 2009 ഇദ്ദേഹമാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഐഡൻറ്റിഫൈസ് 9 എർത്ത് സിസ്റ്റം പ്രോസസ്സസ് വിത്ത് ബൗണ്ടറീസ്. അപ്പോൾ എർത്തിൽ സാധാരണഗതിയിൽ നടക്കുന്ന ചില പ്രോസസ്സുകളെ നമ്മൾ ഒരു ലിമിറ്റ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് ഈ ഒരു അളവിൽ കൂടുതൽ ഇവനെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പൊല്യൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച്, എങ്ങനെയാണ് ക്ലൈമറ്റ് മാറുന്നത്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ ലോസ് ഒരു പ്ലാനറ്ററി ബൗണ്ടറിയാണ്. ഓഷ്യൻ അസിഡിഫിക്കേഷൻ, നമ്മുടെ ഓഷ്യനിലെ അസിഡിറ്റി കൂടുന്നത്, pH കുറയുന്നത്, അതും
ഒരു പ്ലാനറ്ററി ബൗണ്ടറിയാണ്. ഫ്രഷ് വാട്ടർ യൂസ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ എന്താ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ശുദ്ധജലം കിട്ടാതെ വരും. ആ ഒരു ലിമിറ്റിംഗ് ഏജൻ്റായിട്ട് അവിടെ ആക്ട് ചെയ്യും. ക്രോസിംഗ് ദീസ് ബൗണ്ടറീസ് റിസ്ക്സ് അബ്രപ്റ്റ് ഓർ ഇറിവേഴ്സിബിൾ എൻവയൺമെൻറ്റൽ ചേഞ്ച്. അതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അതിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്ലാനറ്ററി ബൗണ്ടറീസ് ആണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നൈട്രജൻ സൈക്കിൾ അവതാളത്തിലായാൽ പ്രശ്നമാണ്. ഓസോൺ ഡിപ്ലീഷൻ അവതാളത്തിലായ പ്രശ്നമാണ്. ഓഷൻ അസിഡിഫിക്കേഷൻ, ഓഷനിൽ അസിഡിറ്റി കൂടും. ഓഷനിൽ കാർബണേറ്റ് അയോണുകളുടെ എണ്ണം കുറയും. ഓഷനിൽ അസിഡിറ്റി കൂടിയാൽ എന്ത് പറ്റും? ബൈകാർബണേറ്റ് അയോൺ ആവും. ഓഷനിലെ ബാക്കി ഷെല്ലുള്ള ജീവികൾക്കൊന്നും ഷെല്ലുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ അക്വാട്ടിക് ലൈഫിനൊക്കെ ദോഷമാവും ഓഷൻ അസിഡിഫിക്കേഷൻ. ക്ലൈമറ്റ് ക്രൈസിസ് ഉണ്ട്, കെമിക്കൽ പൊല്യൂഷൻ ഉണ്ട്, ഡീഫോറസ്റ്റേഷൻ ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ട പ്ലാനറ്ററി ബൗണ്ടറീസ് ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എക്സാമ്പിൾസ് സാധാരണ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും പൊല്യൂഷനും പിന്നെന്താ ബയോഡൈവേഴ്സിറ്റി ലോസും എല്ലാം ഇതിലെ പ്രധാനപ്പെട്ട ബൗണ്ടറീസ് ആണെന്ന കാര്യം ഓർക്കുക. ഓക്കെ, അടുത്ത എൻവയൺമെൻറ്റ് റിലേറ്റഡ് പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്താണ്? യൂട്രോഫിക്കേഷൻ ഇസ് കോസ്ഡ് ബൈ ക്വസ്റ്റ്യൻ ആണ്. കോസ്ഡ് ബൈ എക്സസീവ് ഇൻപുട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ഏത് എലമെൻറ്റ് അല്ലെങ്കിൽ മിനറൽ അതിൻ്റെ ഇൻപുട്ട് കൂടുമ്പോഴാണ് യൂട്രോഫിക്കേഷൻ നടക്കുന്നത്. യൂട്രോഫിക്കേഷൻ പറഞ്ഞാൽ എന്താ? ന്യൂട്രിയൻ്റ് ലോഡ്, ഒരു വാട്ടർ ബോഡിയിലുള്ള ന്യൂട്രിയൻ ലോഡ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? അവിടെ പെറ്റ് പെരുകുന്ന ബാക്കിയുള്ള ആൽഗകളും ഫൈറ്റോ പ്ലാങ്ക്ടനുകളും പെറ്റ് പെരുകും. ആ പെറ്റ് പെരുകി എന്താ? ഇത് പെറ്റ് പെരുകി ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇത് ഡെഡ് ആവും. ഇത് ഡെഡായി അടിയിൽ അടിഞ്ഞു കൂടും. അപ്പം മൊത്തത്തിൽ അടിഞ്ഞു കൂടുമ്പോൾ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പം പെറ്റ് പെരുകുന്നത് ആക്ച്വലി അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്ന് കൂടും. ന്യൂട്രിയൻ ലോഡ് ഒരു വാട്ടർ ബോഡി ആദ്യം ഒരു വാട്ടർ ബോഡിയിലേക്ക് കുറേ ന്യൂട്രിയൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ബ്ലൂം ചെയ്യും. അപ്പം ഫൈറ്റോ പ്ലാങ്ക്ടൻ ആദ്യം ബ്ലൂം ചെയ്യും. ഈ കൂടിയ ഫൈറ്റോ പ്ലാങ്ക്ടൻ കുറച്ച് നാൾ കഴിഞ്ഞ് തറയിൽ ഡെഡായിട്ട് ഓഷ്യൻ ഫ്ലോറിൽ അടിഞ്ഞു കൂടി കഴിഞ്ഞിട്ട് അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ അത് ഓക്സിജൻ ഉപയോഗിക്കും. അപ്പോൾ ഓക്സിജൻ ലെവൽ കുറയും. അപ്പോൾ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ ബാക്കിയുള്ള അക്വാട്ടിക് ഫിഷസിനൊന്നും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ ഫിഷസും ചത്തുപൊങ്ങാൻ തുടങ്ങും. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു വിഷ്യസ് സൈക്കിളായിട്ട് ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓഷൻ അസിഡിഫിക്കേഷൻ നടക്കുമ്പോൾ കാർബണേറ്റ് അയൺ കുറയും നമ്മൾ പറഞ്ഞു. നമുക്ക് എന്താ ഷെല്ലുള്ള ഓർഗാനിസത്തിന് ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. അതേപോലെ യൂട്രോഫിക്കേഷൻ നടക്കുമ്പോൾ ബാക്കിയുള്ള ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ന്യൂട്രിയൻ ലോഡ് കൂടി ഓക്സിജൻ്റെ അളവ് കുറയുന്നൊരവസ്ഥ. ആ ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി മൊത്തത്തിൽ ഡെഡ് ആവുന്നൊരവസ്ഥയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് എലമെൻ്റാണ്, ഏത് ഇൻപുട്ടാണ് കൂടുതലായാൽ യൂട്രോഫിക്കേഷൻ ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇവിടെ യുറേനിയം ഉണ്ട്, കണ്ടോ? യുറേനിയം സാധാരണ നമ്മൾ എന്താ ഇങ്ങോട്ട് ഓഷനിലേക്ക് ഡംപ് ചെയ്യാറില്ല. അങ്ങനെ ഒന്ന് വാട്ടർ ബോഡിയിൽ ചെന്ന് എക്സസ് ആവുന്ന ഒരാളല്ല യുറേനിയം. അപ്പോൾ 3 നമുക്ക് കട്ട് ചെയ്താൽ ഓൺലി 4ഉം ഓൺലി 1 and 2. ഇവിടെ 4 കണ്ടോ? സൾഫേറ്റ് അയോണുകൾ സാധാരണഗതിയിൽ വളരെ കൂടുതൽ എപ്പോഴും ഓഷനിലും വാട്ടർ ബോഡിയിലും കൂടുതലുള്ള ഒരു അയോണാണ് സൾഫർ. അപ്പോൾ വളരെ കൂടുതലുള്ള ഒരാൾ കൂടിയിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം വരുന്നത് ഫോസ്ഫറസും നൈട്രജൻ ആണ്. കാരണം നിങ്ങൾ നോട്ട് ചെയ്തോ, ഇവരെന്താണ്? ഇവർ സാധാരണ ആൾക്കാരല്ല, സാധാരണ മിനറൽസ് അല്ല. ഫോസ്ഫറസും നൈട്രജനും ലിമിറ്റിംഗ് ന്യൂട്രിയൻസ് ആണ്. എന്താണ് ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ? ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോസ്ഫറസും നൈട്രജനും വളരെ കുറഞ്ഞ അളവിൽ ചെന്നാൽ തന്നെ വലിയ ദോഷം ഉണ്ടാക്കും. വലിയ രീതിയിൽ പ്രൊഡക്ടിവിറ്റി, വലിയ രീതിയിൽ ആൽഗൽ ബ്ലൂം ഒക്കെ നടക്കും. അപ്പം ഓൾറെഡി ഇവർ സാധാരണഗതിയിൽ എവിടെ ഇല്ല, വാട്ടർ ബോഡിയിൽ ഇല്ല. അപ്പോൾ ഇവൻ്റെ കുറച്ച് അളവ് വരുമ്പോൾ തന്നെ ആൽഗൽ ബ്ലൂം കൂടും. അതുകൊണ്ടാണ് ഇവരെ ലിമിറ്റിംഗ് ന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നാലാണ്, ഇവർ വളരെ കൂടുതൽ വന്നാൽ എന്ത് പറ്റും? കുറച്ച് അളവിൽ വന്നാൽ തന്നെ വലിയ പ്രശ്നമാണ്. ഇവർ വളരെ കൂടുതൽ അളവിൽ വന്നാൽ എന്ത് പറ്റും? യൂട്രോഫിക്കേഷൻ വളരെ സ്പീഡിൽ നടന്നു പോകും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ. Eutrophication is caused by excessive input of phosphorus and nitrogen into water bodies leading to excessive algal growth and oxygen depletion. അപ്പോൾ ആൽഗയുടെ ഗ്രോത്ത് കൂടിയാൽ എങ്ങനെ ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്യുന്ന നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ക്ലിയർ ആയില്ലോ. ആൽഗൽ ഗ്രോത്ത് കൂടിയിട്ട് എന്താ ആദ്യം കൂടും, അത് പിന്നെ ഡെഡാവും. ഡെഡായിട്ട് ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോഴാണ്
ഓക്സിജൻ്റെ ഡിപ്ലീഷൻ അവിടെ നടക്കുന്നത്. സോഴ്സസ് എവിടെ നിന്നാണ് ഈ ഫോസ്ഫറസും നൈട്രജനും എങ്ങനെയാണ് ഈ വാട്ടർ ബോഡിയിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ റൺ ഓഫിൽ നിന്ന് വരും. ഫെർട്ടിലൈസർ ഉപയോഗിച്ച് ഇറിഗേഷൻ നടന്നതിന് ശേഷം എങ്ങോട്ട് ഈ ഒരു വാട്ടർ ബോഡിയിലേക്കായിരിക്കും ഇത് ഡംപ് ചെയ്യുന്നത്. ആ വഴി വരും. സീവേജിൻ്റെ ഡിസ്ചാർജ് വഴി വരും. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് വഴി വരും. ഇതിൻ്റെ എഫക്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആൽഗൽ ബ്ലൂം നടന്നാൽ സൺലൈറ്റിനെയും ബ്ലോക്ക് ചെയ്യും, ഓക്സിജൻ ഡിപ്ലേഷൻ നടക്കും, അക്വാട്ടിക് ലൈഫ് ചത്തുപൊങ്ങും. ഫോസ്ഫറസ് ഈസ് ഓഫൺ ദ ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് ഇൻ ഫ്രഷ് വാട്ടർ സിസ്റ്റം, നൈട്രജൻ ഇൻ മെറൈൻ കോസ്റ്റൽ സിസ്റ്റം. അപ്പോൾ ആ രണ്ട് ഡിഫറൻസ് കൂടെ നോട്ട് ചെയ്തോ. ശുദ്ധജല സിസ്റ്റങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ശുദ്ധജല തടാകങ്ങളിലൊക്കെ ഫോസ്ഫറസ് എന്ന എലമെൻ്റ് ആയിരിക്കും ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ്. കുറച്ച് ഫോസ്ഫറസ് ഇട്ടാൽ തന്നെ അവിടെ യൂട്രോഫിക്കേഷൻ നടക്കും ശുദ്ധജലമുള്ള സ്ഥലത്ത്. മെറൈൻ അല്ലെങ്കിൽ സലൈൻ ഏരിയ ഓഷ്യനുകളിലൊക്കെ നൈട്രജൻ ആയിരിക്കും ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ്. ആ ഒരു ഡിഫറൻസ് കൂടെ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോട്ട് ചെയ്തു. അപ്പോൾ PSC ഇപ്പോൾ ഇത്ര ചോദിച്ചിട്ടുള്ളൂ. യൂട്രോഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഇനി ഓരോ ലെവലൂടെ കഴിഞ്ഞ് കുറച്ച് എക്സ്ട്രാ എഡ്ജൂടെ കഴിഞ്ഞ് ചോദിച്ചാൽ പോലും ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ആൽഗൽ ഗ്രോത്ത് കൂടുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം, ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യനും ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആക്ച്വലി നമ്മൾ PYQ പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന് റിസൾട്ട് ഓൾറെഡി വന്നു. 200+ ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു കോമൺ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാണ്. അവർ PYQ പഠിക്കും. PYQ മാത്രം കാണാപ്പാഠം പഠിച്ചല്ല പോകുന്നത്. PYQ പഠിക്കും, PYQമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നോക്കും. ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഫാക്റ്റ് കറണ്ട് അഫെയർസുമായിട്ട് ലിങ്ക് ചെയ്ത് വരാൻ പോകുന്ന എക്സാമിന് എങ്ങനെയൊക്കെ മാറ്റി ചോദിച്ചേക്കാം എന്ന രീതിയിൽ അവർ സ്വയം പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു സക്സസ്സിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതേ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സക്സസ്സിനും നല്ലത്. നമുക്കപ്പം അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് ഇവിടെ പറയാനുണ്ട്. ഇതാണ് നമ്മൾ ഓൾറെഡി പറയും, നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടേബിൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതൊരു ആൽഗൽ ബ്ലൂം നടക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യണമെങ്കിൽ ലിമിറ്റിംഗ് ന്യൂട്രിയൻ എന്ന കാര്യം നമുക്ക് കൺഫ്യൂസിങ് ആയി. എന്താണ് ഇപ്പോൾ കുറച്ച് വന്ന പ്രശ്നമാണോ? അവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കും. ഈ ഒരു അനാലജി ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. സാധാരണ ഒരു ആൽഗൽ ബ്ലൂം നടന്നാൽ അതൊരു ഫുള്ളി ഫിനിഷ് ആയിട്ടൊരു കേക്കാണ് നമുക്ക് വിചാരിക്കാം. നമുക്ക് കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന മൈദ സൾഫർ എന്ന് പറയാം. ഓക്കെ, ഫോസ്ഫറസ് ആണ് മുട്ട. ഇവിടെ കേസ് എടുത്താൽ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരു അൺലിമിറ്റഡ് ആയിട്ട് മൈദ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ സാധാരണ ഓഷ്യൻ സിസ്റ്റങ്ങളിൽ സൾഫർ വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് മൈദ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മുട്ട പക്ഷേ നമുക്ക് 2 എണ്ണേ ഉള്ളൂ. 2 മുട്ടയുണ്ട്, അൺലിമിറ്റഡ് ആയിട്ട് മൈദയുണ്ട്. അപ്പം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യില്ല എത്ര കേക്ക് ഉണ്ടാക്കുമെന്ന്. എത്ര കേക്ക് ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും കുറവുള്ള ആളാണ്. ഓക്കെ, അതേ കോൺസെപ്റ്റാണ് ഇവിടെ ലിമിറ്റിംഗ് ന്യൂട്രിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അനാലജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ 2 എഗ്ഗ് മാത്രമേ ഉള്ളൂ. അതേപോലെ വളരെ കുറവ് ഫോസ്ഫറസ് മാത്രമായിരിക്കും അഗ്രികൾച്ചർ റൺ ഓഫിൽ നിന്ന് എത്തുന്നത്. അപ്പം ഈ കുറവ് ആളായിരിക്കും തീരുമാനിക്കുന്നത് എത്രത്തോളം യൂട്രോഫിക്കേഷൻ നടക്കണം, എത്രത്തോളം ആൽഗൽ ബ്ലൂം നടക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. CBD കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഓർഗനൈസേഷൻസും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കൺവെൻഷൻസും മീറ്റിങ്ങുകളും കോൺഫറൻസ് ഓഫ് പാർട്ടീസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റസ്റ്റ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് ചേഞ്ച് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCCയുടെ പിന്നെന്താ പാരീസ് എഗ്രിമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു CBDയെ കുറിച്ച് ഏതൊക്കെയാണ് ശരി? ഓക്കെ, കീ ഇൻ്റർനാഷണൽ ട്രീറ്റി ഫോർ കൺസർവേഷൻ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. തെറ്റൊന്നുമില്ലല്ലോ, നമുക്ക് കൗണ്ടർ ചെയ്യാൻ വരെ പോയിന്റ് ഒന്നും ഇല്ല. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 ശരിയാണ്. അപ്പോൾ 1 ശരിയാണെങ്കിൽ ഇത് എവിടെയാണ് വിച്ച് ആർ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്? 1 ശരിയാണ്. അപ്പോൾ C ഒരിക്കലും അല്ല, Cയിൽ 1 ഇല്ല. പ്രൈമറിലി ഇംപ്ലിമെൻറ്റഡ് ത്രൂ നാഷണൽ ലെവൽ ആക്ഷൻ. ഓക്കെ, നാഷണൽ ലെവൽ ആക്ഷൻ വഴിയായിരിക്കും പ്രൈമറി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആർ ദ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ കൺവെൻഷൻ. ആവാം. റിക്വയർസ് കൺട്രീസ് ടു പ്രിപ്പയർ എ നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം ശരിയാണ്. ഇവിടെ എന്താ ഈ CBDയെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്ന ബേസിക് ആയ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ആ സൈറ്റിൽ നിന്ന് എടുത്തായിരിക്കും. ബയോഡൈവേഴ്സിറ്റിയുടെ സൈറ്റ് ഉണ്ട്, അതിൽ നിന്നെടുത്ത ഏറ്റവും ബേസിക് കാര്യങ്ങളെല്ലാം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതെല്ലാം ശരിയാണ്. CBDയെ കുറിച്ച് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിയാണ്. കീ ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? നാഷണൽ ലെവൽ ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. NBSAPs ആണ് പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്
നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ബോഡിയാണ്. റിക്വയർസ് കൺട്രീസ് ടു പ്രിപ്പയർ എ നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി. അപ്പം മൊത്തത്തിൽ ഒരു രാജ്യത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു രാജ്യങ്ങൾ കൊടുക്കുന്ന പ്ലാൻ അനുസരിച്ചായിരിക്കും. ഓക്കെ, അതാണ് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് നോക്കാനുള്ളത്. നമുക്കിനി എക്സ്ട്രാ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നോക്കാം. CBD is a key international treaty opened for signature at Rio Earth Summit 1992. അപ്പം 1992 റിയോ എർത്ത് സമ്മിറ്റിന് ശേഷം വന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ഉടമ്പടിയാണ്, അന്താരാഷ്ട്ര ഉടമ്പടിയാണ് CBD, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ജൈവ വൈവിധ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർ എക്സ്റ്റെൻഡ് ആവാതെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെയാണ് ഈ ഒരു CBDയുമായിട്ട് അവർ ചർച്ച ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഈസ് പ്രൈമർലി ത്രൂ നാഷണൽ ലെവൽ ആക്ഷൻസ് ബൈ മെമ്പർ കൺട്രീസ്. അപ്പം മെമ്പർ കൺട്രീസിൻ്റെ ആക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. NBSAPs നമ്മൾ നേരത്തെ പറഞ്ഞു, നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ ആർ ദ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെൻറ്റ്സ്. കൺട്രീസ് മസ്റ്റ് മെയിൻ സ്ട്രീം ബയോഡൈവേഴ്സിറ്റി ഇൻ ടു ഓൾ റെലവൻറ്റ് സെക്ടേഴ്സ്. ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഈ സെക്ടറുകളിലെല്ലാം ജൈവ വൈവിധ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കൺസർവ് ചെയ്യണം. ഇതെല്ലാം ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. പ്ലാൻ ടു റീസ്റ്റോർ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ലാൻഡിനെ നമ്മൾ വൈൽഡ് ഏരിയ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റണം, ഫാമിംഗ് ബെറ്റർ ആക്കണം, പൊല്യൂഷൻ കുറയ്ക്കണം, ഇറിഗേഷനിൽ കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെയൊക്കെ അളവ് കുറയ്ക്കണം. അതുവഴി ജൈവ വൈവിധ്യത്തെ നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റും. സിറ്റീസ് മേക്ക് സ്പേസ് ഫോർ നേച്ചർ, ഓഷനിലെ ഹാബിറ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. വെള്ളം, ക്ലൈമറ്റ്, ഫുഡ്, വൺ ഹെൽത്ത് അപ്രോച്ച് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടുള്ള കാര്യമാണ് വൺ ഹെൽത്ത്. എന്താണ്? മാനേജ് ഹോൾ എൻവയൺമെൻറ്റ് ടു എയ്ഡ് ഹെൽത്ത്. അപ്പോൾ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും മനുഷ്യരുടെയും എല്ലാം ഒറ്റയ്ക്ക് നോക്കാതെ ഇതിനെ കമ്പൈൻഡ് ആയിട്ട് വേണം നമ്മൾ ഈ ഒരു ഹെൽത്ത് റിലേറ്റഡ് കൺസേണിൽ നോക്കാൻ. ആ ഒരു കോൺസെപ്റ്റാണ് വൺ ഹെൽത്ത്, ആനിമൽസ്, പ്ലാന്റ്സ്, ഹ്യൂമൻസ്. ഓക്കെ, പിന്നെ CBDയെ കുറിച്ച് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ. CBDയുമായിട്ട് ബന്ധപ്പെട്ട എർത്ത് സമ്മിറ്റ് നമ്മൾ പറഞ്ഞു. ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബൈ റെക്കഗ്നൈസിംഗ് ദാറ്റ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇസ് അബൌട്ട് മോർ ദാൻ ജസ്റ്റ് പ്ലാന്റ്സ്, animals and microorganisms. It's about people and our need for food security. അപ്പോൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ചെടികളും മൃഗങ്ങളും മാത്രമല്ല, മനുഷ്യനെ എങ്ങനെ അവന് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താം, എങ്ങനെ അവന് മരുന്നുകൾ ഉറപ്പുവരുത്താം, ഫ്രഷ് എയർ ഉറപ്പുവരുത്താം, വെള്ളം ഉറപ്പുവരുത്താം, ഇതെല്ലാം ഈ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ചില പ്രധാനപ്പെട്ട പ്രോട്ടോക്കോളുകളും കൺവെൻഷൻ നോക്കാനുണ്ട്. ഇപ്പോൾ 2000 വന്ന ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂളുകളാണ് കാർട്ടജീന പ്രോട്ടോക്കോൾ. കാർട്ടജീന പ്രോട്ടോക്കോൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ബന്ധപ്പെട്ട് തന്നെ പഠിക്കേണ്ട ഒരു പ്രോട്ടോക്കോളാണ്. എന്താ കാർട്ടജീന എന്ന് കേട്ടാൽ നിങ്ങൾ ഇവനെ ഓർക്കണം, ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ജീവിയെ നമുക്ക് വേണ്ട രീതിയിലൊന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ആ ഓർഗാനിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ റൂള് പ്രകാരമായിരിക്കണം മുന്നോട്ട് പോകാൻ. കാർട്ടജീന പ്രോട്ടോക്കോൾ ഗവേൺസ് ബയോസേഫ്റ്റി സ്പെസിഫിക്കലി ഫോർ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം റിസൾട്ടിങ് ഫ്രം മോഡേൺ ബയോടെക്നോളജി. അപ്പം ജീവനുള്ള ചില ഓർഗാനിസത്തിനെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിയെടുക്കുന്നു. നമ്മൾ എലികളിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നു, നമ്മൾ ബാക്കിയുള്ള ഓർഗാനിസത്തിൽ നമ്മൾ ബാക്ടീരിയകളിൽ എക്സ്പെരിമെൻ്റ് നടത്താം. ഈ ഓർഗാനിസത്തിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേണ്ട ഇൻസുലിനും ബാക്കി നമുക്ക് വേണ്ട കെമിക്കലുകളൊക്കെ നമ്മൾ ഈ ഒരു ഓർഗാനിസങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അവരെയാണ് നമ്മൾ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർട്ടജീന. പേര് മറക്കരുത്. അടുത്താണ് നഗോയ പ്രോട്ടോക്കോളും ബയോഡൈവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ടൊരു പ്രോട്ടോക്കോളാണ്. നഗോയ എന്ന് കേട്ടാൽ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ്. അപ്പം വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നമ്മുടെ രാജ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിൽ നിന്ന് അവർ കുറച്ച് മരുന്നുകളും ബാക്കി കെമിക്കലുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ അത് ആർക്കൂടെ ബെനിഫിറ്റ് വേണം? ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ് ആർക്കൂടെ കൊടുക്കണം? ഇവിടുത്തെ ലോക്കൽ ഇൻഡിജിനസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ട്രൈബൽസിനൂടെ ഈ ഒരു നോളജുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ഈ കമ്പനികൾ എങ്ങനെ ഈ ഒരു നോളജ് കൊണ്ട് അവരെങ്ങനെ ഇതിനെ പ്രൊഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒരു ഷെയർ ആർക്കൂടെ കൊടുക്കണം? ആ ലോക്കൽ ഏരിയയിൽ താമസിക്കുന്ന ഇൻഡിജിനസ് പോപ്പുലേഷനോട് കൊടുക്കണം. അത് ഉറപ്പ് വരുത്തുന്ന പ്രോട്ടോക്കോളാണ് നഗോയ പ്രോട്ടോക്കോൾ. അപ്പം നഗോയയും കാർട്ടജീനും നമ്മൾ നോക്കി. പിന്നെ 2010 വന്നതാണ് ഐച്ചി ടാർഗറ്റുകൾ. ഐച്ചി ടാർഗറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 10-year സ്ട്രാറ്റജിക് പ്ലാൻ ആയിരുന്നു വിത്ത് 20 സ്പെസിഫിക് ടാർഗറ്റ് ടു ഹോൾട്ട് ബയോഡൈവേഴ്സിറ്റി ലോസ്. അപ്പോൾ ഇവിടെ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത്രയേ ഉള്ളൂ. ഐച്ചി ടാർഗറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടം കുറയ്ക്കുന്നതിനുള്ള ഒരു 10 വർഷത്തെ ടാർഗറ്റ് ആയിരുന്നു. ഈ ഒരു ഐഡിയ എങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്താണ് 2022 കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ്. അപ്പം
അന്താരാഷ്ട്ര ലെവലിൽ ബയോഡൈവേഴ്സിറ്റി ഒന്ന് അളക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഫ്രെയിംവർക്ക് ഒരു ഉടമ്പടി ചട്ടക്കൂടി ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. ഇവിടെയാണ് 30/30 ടാർഗറ്റ് വന്നത്. 30/30 ടാർഗറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് 30/30 ടാർഗറ്റ്? എയിമിംഗ് ടു പ്രൊട്ടക്ട് 30% ഓഫ് ലാൻഡ് ആൻഡ് ഓഷ്യൻസ് ബൈ 2030. 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഇപ്പോഴുള്ള ലാൻഡിൻ്റെയും ഓഷ്യൻസിൻ്റെയും 30% എങ്കിലും പൊല്യൂഷനിൽ നിന്നും ഡിസ്ട്രക്ഷനിൽ നിന്നും ഒക്കെ ഒന്ന് തിരിച്ച് കരകയറ്റി കൺസർവ് ചെയ്യണം. ആ ഒരു ടാർഗറ്റ് ഈ ഒരു കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ കുൻമിങ് മോൺട്രിയൽ, HE ടാർഗറ്റ്, നഗോയ, കാർട്ടജീന, പിന്നെ നമ്മുടെ CBD, ഈ 5 കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുക. നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ കുറച്ചധികം ഫാക്ടോടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി നോക്കാം നമുക്ക്. CBD ആർക്കിടെക്ചർ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ദ ബെനിഫിറ്റ്സ്, അതിൽ നിന്ന് നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ കാര്യം പറഞ്ഞു. ഇതേതാണ്? നഗോയ പ്രോട്ടോക്കോളിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സെക്രട്ടേറിയറ്റ് എവിടെയാണ്? UNEP-യിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. മോൺട്രിയൽ, കാനഡയിലാണ് എന്തിൻ്റെ? കൺവെൻഷൻ ബയോഡൈവേഴ്സിറ്റിയുടെ സെക്രട്ടേറിയറ്റ് ഉള്ളത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്താണ്? ഗവേണിംഗ് ബോഡി ദറ്റ് മീറ്റ്സ് എവറി 2 years ടു റിവ്യൂ പ്രോഗ്രസ് ആൻഡ് സെറ്റ് ന്യൂ പ്രയോറിറ്റീസ്. അതിനാണ് COP എന്ന് പറയുന്നത്. ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് ഓരോ 2 വർഷം കൂടുമ്പോൾ നടക്കുന്നത്. CBDയുടെ കേസിൽ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിക്കും COP ഉണ്ട്. ഇതിൽ ഇതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCCയുടെ അവർക്കും വേറെ COP ഉണ്ട്. ഇത് രണ്ടും ഒന്നല്ല, 2 സെപ്പറേറ്റ് ആണ്. ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു വേറെ കോൺഫറൻസ് ഓഫ് പാർട്ടികളുണ്ട്, വേറൊരു മീറ്റിങ്ങുകളുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിന് വേറെ സെറ്റ് ഓഫ് COP ഉണ്ട്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഉണ്ട്. മെമ്പർഷിപ്പ് 196 പാർട്ടീസ് ആണ്. ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ ഉള്ളത്. നോട്ടബിളി US ഹാസ് സൈൻ ബട്ട് നോട്ട് റാറ്റിഫൈഡ് ദ ട്രീറ്റി. അപ്പോൾ ഈ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBD, ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈൻ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് ലോ ആയിട്ട് സ്വീകരിച്ചിട്ടില്ല. അവരവരുടെ രാജ്യത്തിൻ്റെ ഒരു ലോ ആയിട്ട് ഇറക്കിയിട്ടില്ല. നമ്മൾ ഇറക്കിയിട്ടുണ്ടോ? ഇന്ത്യ ഇത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ ഈ കൺവെൻഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റാറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് നമ്മൾ നിലവിൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം നമ്മൾ എൻവയോൺമെൻറ്റ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മേജർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റൊക്കെ നോക്കി. ഇനി നമുക്ക് അതിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO എന്നും പറയും, ISRO എന്നും പറയും. ISROയുടെ സാറ്റലൈറ്റുകളെ കുറിച്ച് PYQയിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സാറ്റലൈറ്റ്സ് ലോഞ്ച് ബൈ ISRO ആർ കറക്റ്റ്? അതാണ് ക്വസ്റ്റ്യൻ. CMS-1 is a communication satellite. GSAT-6 is an Earth observation satellite. Mission EOS-3 was unsuccessful. INS-1C is a navigation satellite. നിങ്ങൾ ഇത് എക്സാക്ട് ഇപ്പോൾ വലിയ റെലവൻസ് ഇല്ലാത്ത സാറ്റലൈറ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്ന് എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. ഇതൊരു PYQ ആണ്, അത് ജസ്റ്റ് ഒന്ന് ട്രെൻഡ് കാണിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഈ ഫാക്ട് കണ്ട് പേടിക്കേണ്ട. ഇതിൻ്റെ ആൻസർ ഓൺലി 1 and 3 ആണ്. 1ഉം 3ഉം. ഓക്കെ, CMS-1 എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. മിഷൻ EOS എന്ന് പറഞ്ഞ ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു, അത് അൺസക്സസ്ഫുൾ ആണ്. ഓക്കെ, GSAT-6 എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്, എർത്ത് ഒബ്സർവേഷൻ അല്ല. INS-1C എന്ന് പറയുന്നത് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് ആണ്, അല്ലാതെ നമുക്ക് GPS പോലെ നാവിഗേഷന് വേണ്ടിയുള്ളൊരു സാറ്റലൈറ്റ് അല്ല. അപ്പോൾ ഇവിടെ ഇവൻ തെറ്റാണ്, 4ഉം തെറ്റാണ്, 2ഉം തെറ്റാണ്, 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഈ സാറ്റലൈറ്റിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇസ്രോയുടെ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സാറ്റലൈറ്റ് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, പല ഓർബിറ്റിലായിട്ടാണ് നമ്മൾ സാറ്റലൈറ്റിനെ വിടുന്നത്. നമ്മൾ എർത്തിൽ നിന്ന് ഏകദേശം 3 ഓർബിറ്റിലാണ് നമ്മൾ പ്രധാനമായിട്ട് വിടുന്ന സാറ്റലൈറ്റ്. അത് ഒന്നാണ് ലിയോ ഉണ്ട്, മിയോ ഉണ്ട്, ഹിയോ ഉണ്ട്, ഹൈ എർത്ത് ഓർബിറ്റ്. ഇപ്പോൾ ലോ എർത്ത് ഓർബിറ്റ്, മിഡിൽ എർത്ത് ഓർബിറ്റ്, ഹൈ എർത്ത് ഓർബിറ്റ്, ഈ 3 ലെവലുകളിലാണ് നമ്മൾ സാറ്റലൈറ്റുകളെ വിടുന്നത്. ഇവിടെ 3 ലെവലുകളിലും പല ടൈപ്പ് ഓഫ് സാറ്റലൈറ്റാണ് വിടുന്നത്. ലിയോയിൽ നമ്മൾ വിടുന്നത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. എർത്തിനെ ഒബ്സർവ് ചെയ്ത് എർത്തിലെ മാറ്റങ്ങളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ എർത്തിലുള്ള ലാൻഡിലെ സ്റ്റേഷനുകളിൽ എത്തിക്കുക. എർത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എർത്തിലെ ഇപ്പം ഒരു ഡ്രോൺ വഴി മുകളിലോട്ട് നോക്കി എർത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നത് ഈ ഒരു ലിയോയിലുള്ള സാറ്റലൈറ്റുകളായിരിക്കും. നാവിഗേഷൻ സാറ്റലൈറ്റ്, നമുക്ക് വണ്ടിയൊക്കെ നമ്മൾ GPS ഉള്ളവരായിരിക്കും, ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുന്നവരായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ഒക്കെ എവിടെയാണ്? മിഡിൽ എർത്ത് ഓർബിറ്റിലായിരിക്കും.
കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ചാനലുകളും ബാക്കി മീഡിയാസും ഒക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ബാക്കി ടെലികോം കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉള്ള സാറ്റലൈറ്റുകളെല്ലാം ഹൈ എർത്ത് ഓർബിറ്റിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രഡേഷൻ നിങ്ങൾ ഓർക്കണം. ഈ 3 ഓർബിറ്റിലായിരിക്കും ഇത് പ്രധാനമായിട്ടുള്ളത്. അപ്പം അത് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ഇതെന്താ ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, ഏറ്റവും മുകളിലുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സെൽ ടവറാണ്. ടി വി കണക്ട് ചെയ്യും, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യും, സാറ്റലൈറ്റ് ഫോണുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഹൈ എർത്ത് ഓർബിറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വഴിയായിരിക്കും. എർത്ത് ഒബ്സർവേഷൻ ഇതിനെ നമ്മളൊരു ക്യാമറയായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഫോട്ടോ എടുക്കും, എന്തിൻ്റെ? കൃഷി വിളകളുടെ എടുക്കും, ഫോറസ്റ്റിൻ്റെ എടുക്കും, ബോർഡറുകൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നത് ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരിക്കും. പിന്നുള്ളത് നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. എക്സാമ്പിൾ GPS, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ട്? ഇന്ത്യക്ക് നാവിക്കുണ്ട്, നാവിഗേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. നാവിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ GPS എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ISRO ഇതിനെ പണ്ട് വിളിച്ചിരുന്ന പേരുകളാണ് ഇപ്പോൾ നമ്മൾ PYQയിൽ കണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിൽ നിങ്ങൾ വന്നാൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു നെയിം ലിസ്റ്റ് വെച്ചായിരിക്കും. അതുകൊണ്ടാണ് ഈ ടേബിൾ തന്നിട്ടുള്ളത്. അപ്പോൾ പണ്ടത്തെ ഇൻസാറ്റും ജിസാറ്റും എന്നൊക്കെ പറഞ്ഞാൽ, ഇൻസാറ്റും ജിസാറ്റും എന്നൊക്കെ കേട്ടാൽ എന്താണ്? അതൊക്കെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളാണെന്ന് ഓർക്കുക. ഇപ്പോൾ ജസ്റ്റ് എളുപ്പമുള്ള ഒരു പേരാണ് CMS. ആ പേരിൽ തന്നെ C ഫോർ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. പിന്നെ എർത്ത് ഒബ്സർവേഷൻ, ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങും കാർട്ടോസാറ്റും ഇതൊക്കെ പഴയ പേരുകളാണ്. ഇപ്പോൾ അതിനെല്ലാം EOS എന്നാണ് പേര്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ഓക്കെ, EOS സാറ്റലൈറ്റ് എന്ന ഒരു ഇപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു പേരാണെങ്കിൽ പോലും എല്ലാ സാറ്റലൈറ്റിൻ്റെ പേരും കോഡും ഒന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ EOS ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഡ് തരുവാണ്, EOS 6C എന്നൊക്കെ പറഞ്ഞ് പേര് തന്നാൽ അതെന്താണ്? അതൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണെന്നെങ്കിലും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് ആ ഒരു അബ്രീവിയേഷൻ വെച്ചൊന്ന് ലോക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ മെമ്മറിയിൽ അതൊന്ന് ലിങ്ക് ചെയ്ത് വെച്ചാൽ മതി. അടുത്താണ് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. അതിന് ഇപ്പം NVS ആണ്, നാവിഗേഷൻ സാറ്റലൈറ്റ് എന്നാണ് ഇപ്പോൾ ഉള്ള പേര്. അപ്പോൾ ഇപ്പോഴുള്ള പേരും പണ്ടുള്ള പേരും ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കാറ്റഗറി എന്താണ്, ഇത് ഏത് ഓർബിറ്റിലാണെന്നും കൂടി നോക്കുക. ഇനിയുള്ളത് ഇത് കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിൽ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സാറ്റലൈറ്റ് മാത്രം ഞാൻ ടിക്ക് ചെയ്ത് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോ. ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് റീസെൻ്റ്ലി അഡ്വാൻസ് എർത്ത് ഒബ്സർവേഷന് വേണ്ടി EOS N1 ഇറക്കിയിരുന്നു. ഇതിൻ്റെ ലോഞ്ച് വെഹിക്കിൾ, നമ്മുടെ ലേറ്റസ്റ്റ് ലോഞ്ച് വെഹിക്കിൾ, നമ്മൾ ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ് PSLV C62. C62ലാണ് ഇത് പോയത്. പിന്നെ നമ്മുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടന്നിട്ടുണ്ട്. അത് നടന്നത് PSLV C60 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളാണ്. അപ്പോൾ ഏത് പേടകമാണോ ഓർബിറ്റിൽ എത്തിച്ചത്, ആ പേടകത്തിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഓർബിറ്റിൽ എത്തിച്ചത്, ആ ഒരു മിഷൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ആ മിഷൻ്റെ ഒരു ഒബ്ജക്റ്റീവും അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. PSLV C60 ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളത് നിസാർ ആണ്. നിസാർ നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. അപ്പോൾ നാസയും ISROയും കൂടെ ചേർന്ന് കൊടുത്ത ഒരു ക്യാമറ രീതിയിൽ നമ്മൾ നോക്കിയാൽ മതി. റിയൽ ടൈം അപ്ഡേറ്റ് തരുന്ന ഒരു ക്യാമറ, ഒരു സെൻസറാണ് നിസാർ എന്ന് പറയുന്ന സാറ്റലൈറ്റ്. എന്ത് ചെയ്യും? റിയൽ ടൈമിൽ ആക്ച്വലി എന്താണ് ഇവിടെ നടക്കുന്നത്, ഫോറസ്റ്റിൻ്റെ ഏരിയ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ട്രാഫിക്കോ ബാക്കി കാര്യങ്ങളോ ലാൻഡ് സ്ലൈഡോ ഡിസാസ്റ്ററോ എല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റാണ് നിസാർ. ഇത് അങ്ങോട്ടേക്ക് വിട്ട പേടകമാണ് GSLV F60. ഓക്കെ, ഇതിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ISROയും നാസയുമായിട്ട് അയച്ചതാണ്. L ബാൻഡും S ബാൻഡ് എന്ന് പറയുന്ന 2 ബാൻഡുകളുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ഇവിടെ ഒന്ന് നോക്കുക. അടുത്തത് ആക്സിയോം 4 എന്ന് പറയുന്ന സാറ്റലൈറ്റ്. ഇത് നമ്മൾ ലോഞ്ച് വെഹിക്കിൾ ഫാൽക്കൺ 9. ഇതൊരു പ്രൈവറ്റ് മിഷനാണ്. ഓക്കെ, ഇത് ISROയുടെ അല്ല, ഇതൊരു പ്രൈവറ്റ് മിഷനായിരുന്നു ആക്സിയോം 4. ഇത് നമ്മൾ പഠിക്കാൻ കാരണം നമ്മുടെ ശുഭാൻഷു ശുക്ല, നമ്മുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല, ഇദ്ദേഹമാണ് ഫസ്റ്റ് ഇന്ത്യൻ സ്പേസിൽ പോയ ഫസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ലോ എർത്ത് ഓർബിറ്റിലാണ് എന്തുള്ളത്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. ലോ എർത്ത് ഓർബിറ്റിലാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. അവിടേക്ക് നമ്മുടെ ഒരു ആദ്യത്തെ ഇന്ത്യൻ എത്തിച്ചേർന്നത് ഒരു പ്രൈവറ്റ് സ്പേസ് മിഷൻ ആക്സിയോം 4 എന്ന് പറയുന്ന പ്രൈവറ്റ് സ്പേസ് മിഷൻ ആയിട്ടാണ് പോയത്. അത് ലോഞ്ച് ചെയ്തത് ഫാൽക്കൺ 9 ആണ്, അല്ലാതെ ISROയുടെ ഒരു ലോഞ്ച് വെഹിക്കിൾ അല്ല അത് ലോഞ്ച് ചെയ്തതെന്ന് ഓർക്കുക. പിന്നെ ഇവിടെ നോക്കേണ്ടത് നിങ്ങൾ എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റ് ലോഞ്ച് ചെയ്തത് PSLV C58 ആണ്. എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്റേ പൊളാരിമെട്രി സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എക്സ്റേയുടെ വേവ് ലെങ്തിൻ്റെ മാറ്റങ്ങളും ഡിഫ്രാക്ഷനും ഒക്കെ അളക്കാൻ വേണ്ടി നമ്മുടെ ISRO അയച്ച, നാസയുടെ അല്ല ISRO, നമ്മുടെ ഇൻഡിജിനസ് ആയിട്ട് ISRO അയച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് മിഷൻ ടു സ്റ്റഡി ബ്ലാക്ക് ഹോൾ ആൻഡ് ന്യൂട്രോൺ സ്റ്റാർ വയ
എക്സ്റേ പോളറൈസേഷൻ. ബ്ലാക്ക് ഹോളുകളെയും ന്യൂട്രോൺ സ്റ്റാറുകളെയും പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഒബ്സർവേറ്ററി നമ്മൾ അയച്ചു. അതാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന മാർഗ്ഗങ്ങൾ നോക്കുക. ബാക്കി നിങ്ങൾക്ക് മെമ്മറി റിട്ടൻഷൻ കപ്പാസിറ്റി ഉള്ള പോലെ നോക്കുക. അത് എല്ലാം പേരും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഈ ലോഞ്ച് വെഹിക്കിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ISROയുടെ മാർക്കറ്റിംഗ് ആമിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് PYQ ചോദിച്ചിട്ടുള്ളത്. ഡാഷ് ഇസ് എ മാർക്കറ്റിംഗ് ആം ഓഫ് ISRO which markets space products and services of ISRO to domestic and international customers. ISTRAC, Centrix, Antrix, Market. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം ISROയുടെ മാർക്കറ്റിംഗ് വിങ് എന്ന് പണ്ടറിയപ്പെട്ടിരുന്നത് ആൻട്രിക്സ് ആണ്. ആൻട്രിക്സ് ഇപ്പോൾ പക്ഷേ നമ്മൾ കുറച്ചുകൂടി വേറെ രണ്ട് പേരെയാണ് പഠിക്കുന്നത്. NSIലും ഇൻസ്പേസിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ന്യൂസിൽ നമ്മൾ കേൾക്കാറുള്ളത്. ആൻട്രിക്സ് കുറച്ചുകൂടെ ISROയുടെ പണ്ടുള്ള ടെക്നോളജിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊമേഴ്ഷ്യലി വിൽക്കുന്ന ആളായിരുന്നു ആൻട്രിക്സ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ. ആൻട്രിക്സിന് പകരം ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ആരാണ്? ഇതിന് ആൻസർ ഇപ്പോൾ ഈ ഒരു PYQൻ്റെ ആൻസർ ആൻട്രിക്സ് ആണ്. അത് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ആൻട്രിക്സും NSIലും ഇൻസ്പേസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, 92 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പഴയ കോർപ്പറേഷനാണ് ആൻട്രിക്സ്. ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? ISROയുടെ ഓൾഡ് എക്സ്പെർട്ടീസ് സെല്ല് ചെയ്യുക. ISROയ്ക്ക് കുറച്ച് ടെക്നോളജി ഉണ്ട്, കുറച്ച് ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്. ഇതൊക്കെ ഇന്ന് റവന്യൂ ജനറേഷന് വേണ്ടി സെല്ല് ചെയ്യുന്ന ഒരു ഉദ്ദേശമായിരുന്നു ഈ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 2019 ആയപ്പോഴേക്കും ഈ ഒരു ആൻട്രിക്സിൻ്റെ ബാക്ക്ലോഗൊക്കെ മാറ്റി ഒരു പുതിയ രീതിയിലുള്ളൊരു വിങ് നമ്മൾ ജനറേറ്റ് ചെയ്തു. അതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇതെന്താണ്? ഇതൊന്നും ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇവർ പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൈവറ്റ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പുതിയ ടെക്നോളജി റാപ്പിഡ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, കൊമേഴ്ഷ്യലൈസേഷൻ നടത്താൻ തുടങ്ങി. ISRO ടെക് വയ ഇന്ത്യൻ ഇൻഡസ്ട്രി വയ ISROയുടെ ടെക് വിപുലീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? റോക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഡ്രിവൺ മിഷൻ. എന്ത് ഡിമാൻഡ് ചെയ്ത് രാജ്യം, ഇപ്പോൾ ഫിലിപ്പീൻസ് ഡിമാൻഡ് ചെയ്താലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, വേറെ പ്രൈവറ്റ് കോർപ്പറേഷൻ ഡിമാൻഡ് ചെയ്താലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ടു സ്കെയിൽ ISRO's ടെക് ഇൻ ടു മാസ് ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ. ISROയുടെ ടെക് ആദ്യം അവർ ജസ്റ്റ് ISROയ്ക്ക് വേണ്ടി മാത്രമുള്ള സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ സ്പേസ് പ്രോഗ്രാംസിന് വേണ്ടിയായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചുകൂടെ പ്രൈവറ്റ് ഏജൻസികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത് NSIയിലാണ്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് ഹെഡ് എന്ന് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. ആൻട്രിക്സ് ഒരു എക്സ്പോർട്ട് മാനേജർ ആണെങ്കിൽ ഇവൻ ജസ്റ്റ് മാനുഫാക്ചറിങ് കൂട്ടാൻ വേണ്ടി, സെയിൽസ് നടത്താൻ വേണ്ടിയുള്ള ആളാണ്. ഇത് നമ്മളിപ്പം ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് RBI എന്ന് പറയുന്നത് പോലെ ഇതുപോലത്തെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ ISRO നടത്തുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുന്ന, അത് റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ഇൻസ്പേസ്. ഓക്കെ, ഇതൊരു ഓട്ടോണമസ് നോഡൽ ഏജൻസിയാണ്. ഇതൊരു സ്വയം ഭരണമുള്ള നോട്ടബിളി റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇൻസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഇൻസ്പേസ് എന്നാണ് റെഗുലേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇൻ സ്പേസ്. അപ്പോൾ ലൈസൻസിങ് കീയിങ് കൊടുക്കുന്നത് ഇൻസ്പേസ് ആണ്. സെയിൽ നടത്തുന്നത് ഇപ്പോൾ ആരാ? NSIയിലാണ്. പണ്ട് ഈ സെയിൽ നടത്തിക്കൊണ്ടിരുന്ന ISROയുടെ എക്സ്പെർട്ടീസ് സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ആൾ ആൻട്രിക്സ് ആണ്. ഇപ്പോൾ അത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ കുറിച്ചേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ NSIലിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ആൻസർ തെറ്റിക്കരുത്. NSIയിൽ സെയിൽ നടത്തുന്നു, ഈ സെയിലിനെ മോണിറ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്പേസ് ആയിരിക്കും. ഓക്കെ, ആക്ട്സ് ആസ് എ ബഫർ സോ പ്രൈവറ്റ് കമ്പനീസ് ഡോണ്ട് ഹാവ് ടു ഡീൽ വിത്ത് ISRO ഡയറക്ട്ലി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒക്കെ അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഗൈഡ് ചെയ്ത് പ്രൈവറ്റ് കമ്പനീസിനെ ISROയിലേക്ക് എത്തിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇൻസ്പേസ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തൊരു ടിപ്പിക്കൽ ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ ഫോർമേഷൻ ഇയർ ചോദിച്ചിട്ടുണ്ട് PYQ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വാസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ഇത് സ്ഥാപിച്ചത്? 1969 ISRO സ്ഥാപിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Formally established on 15th August 1969, replacing the earlier Indian National Committee for Space Research. അപ്പം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻകോസ്പാർ എന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആയിരുന്നു ആദ്യം വന്നത്. അതിനെ റീപ്ലേസ് ചെയ്ത് സ്പേസ് റിസർച്ചിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്ക് വേണ്ടി മാത്രം ഒരു ഓർഗനൈസേഷൻ വന്നു. അതാണ് ISRO. ഇൻകോസ്പാർ ഡോക്ടർ വിക്രം സാരാഭായി ആണ് തുടങ്ങി വെച്ചത് 62. പിന്നെ 69, 7 വർഷം ആയപ്പോഴേക്കും ISRO ഫോർമലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി. പിന്നെ
അതും കഴിഞ്ഞ ഒരു 3 വർഷത്തിന് ശേഷമാണ് സ്പേസ് കമ്മീഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എസ്റ്റാബ്ലിഷ്ഡ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു സ്പേസ് കമ്മീഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 72-ലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം, ഇതൊരു കോൺട്രിബ്യൂട്ടറാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വിക്രം സാരാഭായ്, റിഗാർഡ് ആസ് എ ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. അപ്പോൾ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഇദ്ദേഹമാണെങ്കിൽ ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഫാദർ നമ്മൾ പറയുന്നത് ഹോമി ഭാഭയാണ്. അപ്പോൾ ഹോമി ഭാഭ ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമൊക്കെ കൊണ്ടുവന്നത് ഹോമി ജെ ഭാഭയാണ്. ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? വിക്രം സാരാഭായാണ്. പിന്നെ മിസൈൽ മാൻ ഓൾറെഡി നമുക്കറിയാം, ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IGMDP, അതാരെ കൊണ്ടുവന്നത്? കലാമാണ് കൊണ്ടുവന്നത്, അബ്ദുൽ കലാമാണ്. അതുകൊണ്ടാണ് മിസൈൽ മാൻ അദ്ദേഹത്തിനെ പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒക്കെ കലാമാണ് കൊണ്ടുവന്നത്. കലാം കൊണ്ടുവന്ന മിസൈലുകൾ ഏതൊക്കെയാണ്? പാറ്റ്ന കോഡ് വെച്ച് നമ്മൾ ഓർത്തിട്ടുണ്ട്. പാറ്റ്ന ഏതൊക്കെയാണ്? പൃഥ്വി, അഗ്നി, ത്രിശൂൽ, നാഗ്, അസ്ത്ര. ഇതാണ് പാറ്റ്ന മിസൈൽ ഗ്രൂപ്പിൽ ഉള്ളത്. ഓക്കെ, മൂവിങ് ഓൺ. ഇന്ത്യ സ്പേസ് ആസ്ട്രോണമി ഒബ്സർവേറ്ററികളെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സ്പേസ് ആസ്ട്രോണമി ഒബ്സർവേറ്ററി? ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് ഒബ്സർവേറ്ററി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തേത്. ഇന്ത്യക്ക് ടോട്ടൽ 3 ഒബ്സർവേറ്ററി ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് ഒരു ഒബ്സർവേറ്ററി ഉള്ളത് നമ്മൾ വിചാരിക്കും. ഓർബിറ്റിൽ എത്തി സ്പേസിനെ ഒബ്സർവ് ചെയ്യുന്ന 3 ഒബ്സർവേറ്ററികൾ നമുക്കുണ്ട്. അതാണ് എക്സ്പോസാറ്റും ആദിത്യ L1ഉം ആസ്ട്രോസാറ്റും. ഇതിൽ എക്സ്പോസാറ്റും ആദിത്യ L1ഉം എവിടെയാണ്? എക്സ്പോസാറ്റും ആസ്ട്രോസാറ്റും അല്ല, ഇതും എവിടെയാണുള്ളത്? ലോ എർത്ത് ഓർബിറ്റിലാണുള്ളത്. ഇവനല്ല ഇവിടെ ഉള്ളത്. ആദിത്യ L1 എവിടെ ഉള്ളത്? L1 എന്ന് പറയുന്ന ലഗ്രാഞ്ചെ പോയിന്റിലാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ലഗ്രാഞ്ചെ പോയിന്റ്? നമുക്ക് ഡൗട്ട് വരും. ലഗ്രാഞ്ചെ പോയിന്റ് എന്താ? ഇപ്പം ലഗ്രാഞ്ചെ പോയിന്റ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന L1 എന്ന് പറയുന്നത് എർത്തിൻ്റെയും സൂര്യൻ്റെയും ഇടയിലുള്ള ഒരു പോയിന്റാണ്. അപ്പം ഇവിടെ നമ്മൾ എടുത്താൽ ഇത് സണ്ണാണ്, ഇത് എർത്താണ്. അപ്പോൾ ഇവിടെ 3 പോയിന്റ് ഉണ്ട്. ഇത് L1, L2, സണ്ണിൻ്റെ അടുത്ത് L4 മുകളിൽ, L5 മുകളിൽ. ഓക്കെ, ഏകദേശം ഈ പൊസിഷൻ L1 ഇതാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ L1നെ പ്ലേസ് ചെയ്ത്. ഇത് എർത്താണ്, ഇത് സണ്ണാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു L1ൻ്റെ പ്രത്യേകത, അല്ലെ ബാക്കി ഈ ലഗ്രാഞ്ചെ പോയിന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പോയിന്റിൽ ഒരു ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഫോഴ്സുകൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകൾ ബാലൻസ് ചെയ്തിരിക്കുന്ന പോയിന്റുകളാണ് ഈ ഒരു ലഗ്രാഞ്ചെ പോയിന്റുകൾ. അപ്പോൾ ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം? അപ്പോൾ ഫോഴ്സ് ബാലൻസ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യം, ജസ്റ്റ് ഒന്ന് റോക്കറ്റ് ഒന്ന് ഇജക്റ്റ് ചെയ്ത് പ്രൊപ്പൽ ചെയ്തൊന്ന് ആ ഒരു ഓർബിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലാതെ എക്സ്ട്രാ ഫ്യൂവൽ ഒന്നും വേണ്ടി വരുന്നില്ല നമ്മൾ ഈ ഒബ്സർവേറ്ററി ഈ പൊസിഷനുകളിൽ വെച്ചാൽ. അതുകൊണ്ടാണ് ലഗ്രാഞ്ചെ പോയിന്റിൽ കൊണ്ട് ഒബ്സർവേറ്ററി വെച്ചത്. നമ്മുടെ ആദ്യത്തെ L1 സോളാർ ഒബ്സർവേഷൻ മിഷനാണ്. അതുകൊണ്ട് ആദ്യത്തെ L1നെ നമ്മൾ L1 പൊസിഷനിലാണ്. ആദിത്യ എന്ന് പറയുന്ന സാറ്റലൈറ്റ് നമ്മൾ L1 പൊസിഷനിൽ വെച്ചതുകൊണ്ടാണ് അതിൻ്റെ പേര് ആദിത്യ L1 എന്ന് ആയത്. ഓക്കെ, പിന്നുള്ളതാണ് എന്താണ് ഈ ആസ്ട്രോസാറ്റ്? നമ്മൾ ആസ്ട്രോസാറ്റ് ആണ് നമ്മുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞു. 2015 തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ആസ്ട്രോണമി ഒബ്സർവേറ്ററിയാണ് ആസ്ട്രോസാറ്റ്. ഒബ്സർവ്സ് എ യൂണിവേഴ്സ് സൈമിൾട്ടേനിയസ്ലി ഇൻ ഒപ്റ്റിക്കൽ, UV, ലോ ആൻഡ് ഹൈ എനർജി എക്സ്റേ വേവ് ബാൻഡ്. അപ്പോൾ യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്ത് യൂണിവേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ, യൂണിവേഴ്സിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റങ്ങളുണ്ടോ, അത് എത്ര ദൂരത്തിൽ നിന്നാണ് വരുന്നത്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ത്യ അയച്ച ഒരു ഒബ്സർവേറ്ററിയാണ് ആസ്ട്രോസാറ്റ്. ഓക്കെ, ഇതിലെ പേലോഡിൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എക്സ്പോസാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ്. 2024 ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് പൊളാരിമെട്രി മിഷൻ, ഡിഫറെൻറ്റ് ഫ്രം ആസ്ട്രോണമി ഒബ്സർവേറ്ററി. പൊളാരിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് മാത്രമേ നോക്കുന്നുള്ളൂ. ആ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്സിനോടൊപ്പം തന്നെ ആ ദൂരെ വരുന്ന പ്ലാനറ്റിൽ നിന്ന് വരുന്ന, റിഫ്ലക്റ്റ് ചെയ്ത് സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ലൈറ്റിൻ്റെ വൈബ്രേഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ലൈറ്റിൻ്റെ ആംഗിളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇതൊക്കെ പഠന വിധേയമാക്കുന്നതാണ് പൊളാരിമെട്രി. ഓക്കെ, ഈ ഒരു പൊളാരിമെട്രി എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്? പൊളാരിമെട്രി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തൊട്ടടുത്ത് ബ്ലാക്ക് ഹോളുകളുണ്ടോ, ന്യൂട്രോൺ സ്റ്റാറുകളുണ്ടോ, ഡാർക്ക് എനർജി ഉണ്ടോ, ഡാർക്ക് മാറ്റർ ഉണ്ടോ, ഇതുപോലത്തെ ഡെപ്തിൽ പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് മാത്രം കണ്ടാൽ പോരാ, ലൈറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നും പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ എക്സ്പോസാറ്റ് വിട്ടത്. ഓക്കെ,
ആദ്യത്തെ L1ന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആദ്യത്തെ L1നെ കുറിച്ച് നമുക്ക് അടുത്ത വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനിലൂടെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാനുണ്ട്. ഇവിടെ ഈ 3 പേരാണ്. അപ്പം PSC ഓൾറെഡി ആസ്ട്രോസാറ്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ PYQ വെച്ചപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് നമുക്ക് 3 ഒബ്സർവേറ്ററി ഉള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആസ്ട്രോസാറ്റ് ഉണ്ട്, ആദ്യത്തെ L1 ഉണ്ട്, എക്സ്പോസാറ്റ് ഉണ്ട്. ഈ ഒരു ഓർഡറിൽ തന്നെയാണ് അത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊരു സോളാർ ഒബ്സർവേറ്ററി ആണ്. അതുകൊണ്ട് ഇവൻ മാത്രം ദൂരെയുള്ള L1ലാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ എർത്തിൽ നിന്ന് ദൂരെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ആദ്യത്തെ L1 ആണ്. ആസ്ട്രോസാറ്റും എക്സ്പോസാറ്റും ഒക്കെ നമ്മുടെ ലോ എർത്ത് ഓർബിറ്റിൽ തന്നെയാണ്. ഏകദേശം 300 മുതൽ 400 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു 2 സാറ്റലൈറ്റുകളുള്ളത്. ഇവൻ മാത്രം L1ലാണ് ഉള്ളത്. ഇതിന് ഉദ്ദേശിച്ചത് എന്തിനു വേണ്ടിയാണ് ഇതിൻ്റെ മിഷൻ ഗോൾസും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ UV, ഒപ്റ്റിക്കൽ ആൻഡ് എക്സ്റേ സൈമിൾട്ടേനിയസ്ലി ആണ് ആസ്ട്രോസാറ്റ്. മെഷറിംഗ് ദ പോളറൈസേഷൻ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ്പോസാറ്റിൻ്റെ കാര്യമാണ്. ആദ്യത്തെ L1 എന്ന് പറയുന്നത് സണ്ണിൻ്റെ സണ്ണിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ കൊറോണയും ലൈറ്റ് പുറപ്പെടുവിക്കുന്ന ലെയർ ആയിട്ടുള്ള ഫോട്ടോസ്ഫിയർ, സണ്ണിൽ നിന്ന് വരുന്ന സോളാർ വിൻഡുകൾ, സോളാർ ഫ്ലെയറുകൾ, ഇതെല്ലാം പഠിക്കുന്നതെല്ലാം L1 പോയിന്റിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒബ്സർവേറ്ററിയാണ് ആദിത്യ L1. നമ്മുടെ ആദ്യത്തെ സോളാർ ഒബ്സർവേറ്ററിയാണ് ആദിത്യ L1. ആദ്യത്തെ നോർമൽ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ആസ്ട്രോസാറ്റ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് അവിടെ ഓർത്തിരിക്കണം. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താ കണ്ടോ, PSC ചോദിച്ചിട്ടുണ്ട്. ആദിത്യ L1ൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് PSC ചോദിച്ചിട്ടുള്ളത്. ആദിത്യ L1ൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റഡി ഓഫ് സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ഡൈനാമിക്സ് കറക്റ്റാണ്. ക്രോമോസ്ഫിയർ ആൻഡ് കൊറോണ ഡൈനാമിക്സ്, സോളാറിൻ്റെ സണ്ണിൻ്റെ ഏറ്റവും മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് ലെയറുകളുടെ പഠനം നടത്താൻ വേണ്ടിയാണ് നമ്മൾ ആദിത്യ L1 വിട്ടത്. ടു ഡെമോൺസ്ട്രേറ്റ് സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിങ് ഓൺ സോളാർ സർഫസ്. ഞാൻ പടം വരച്ചു കാണിച്ചല്ലോ. സൺ ഇവിടെ, എർത്ത് ഇവിടെയാണ് നമ്മൾ L1 സാറ്റലൈറ്റ് ആദിത്യ L1 നമ്മൾ പ്ലേസ് ചെയ്തത്. ഇവൻ്റെ ഉദ്ദേശം സണ്ണിൽ ചെന്ന് ലാൻഡ് ചെയ്യാനാണോ? അല്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. ഇവിടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി മാത്രമേ വിട്ടിട്ടുള്ളൂ. സണ്ണിൽ ലാൻഡ് ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ വിട്ടിട്ടില്ല. സണ്ണിൽ ചെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റില്ല, കരിഞ്ഞു പോകും. ടു ഡെമോൺസ്ട്രേറ്റ് റോവിങ് ഓൺ ദ സൺ, അവിടെ ചെന്ന് ഇറങ്ങി അതിൻ്റെ മുകളിലൂടെ പോകാൻ വേണ്ടിയാണോ നമ്മൾ അയച്ചത്? അല്ല, റോവിങ് നടത്താൻ വേണ്ടി അല്ല അയച്ചത്. അപ്പോൾ സണ്ണിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു ലാൻഡിങ് മിഷൻ അല്ല എന്ന കാര്യം ഓർക്കുക. കാരണം അത്ര സിമ്പിളായിട്ടാണ് PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഉം 3 ഉം തെറ്റാണ്. എന്താ ചോദിച്ചിട്ടുള്ളത്? മേജർ സയൻസ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, മേജർ ഒബ്ജക്റ്റീവ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിൽ 2 ഉം 3 ഉം എന്തായാലും ഇല്ല, 3 ഉം ഇല്ല. അപ്പോൾ ഓൺലി 1, C ആണ് ഇതിൻ്റെ ആൻസർ. സ്റ്റഡി സോളാർ അപ്പർ അറ്റ്മോസ്ഫിയർ ഡൈനാമിക്സ്. നോ മിഷൻ ക്യാൻ ലാൻഡ് ഓൺ ദ സൺ സർഫസ്. ടെമ്പറേച്ചർ എക്സീസ് 5500 ഡിഗ്രി സെൽഷ്യസ് കൂടിയ ഒരു സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ലോജിക്കലി അവിടെ പറ്റില്ല. റോവിങ് ഓൺ ദ സൺ ഈസ് നോട്ട് ഫീസിബിൾ. ദിസ് ഈസ് എ ഡിസ്ട്രാക്ടർ. അപ്പോൾ അതും തെറ്റാണ്. ആദിത്യ L1 ഈസ് പൊസിഷൻഡ് അറ്റ് സൺസ് ലഗ്രാഞ്ച് പോയിന്റ് അബൌട്ട് 1.5 മില്യൺ കിലോമീറ്റർ ഫ്രം എർത്ത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ജസ്റ്റ് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരുന്നു. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, ഇപ്പം സണ്ണിൻ്റെ സർഫസിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ സണ്ണിൻ്റെ ഏറ്റവും അടുത്ത് പോയിട്ടുള്ളൊരു മിഷൻ ഉണ്ട്, അതാണ് പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഏറ്റവും അടുത്ത് പോയിട്ടുള്ള മിഷനാണ്. ഇത് നാസയുടെ മിഷനാണ്. അത് മാത്രം നിങ്ങൾ നോർത്താൽ മതി. ഇപ്പം ISROട് ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ നാസയും കൂടെ കമ്പയർ ചെയ്ത് ചോദിക്കാം. സണ്ണിൻ്റെ ഏറ്റവും അടുത്ത് പോയിട്ടുള്ള മിഷൻ ആദിത്യ L1ൻ്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുക. ആദിത്യ L1 അല്ല, ഏതാണ്? പാർക്കർ സോളാർ പ്രോബാണ്. പാർക്കർ സോളാർ പ്രോബ് ആരുടെയാണ്? ISROയുടെ ആണോ? അല്ല, നാസയുടെ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് കൂടി ഉള്ളൂ. ജസ്റ്റ് ക്വിക്ക്ലി നമുക്ക് നോക്കാം. എന്താണ് നാഷണൽ സ്പേസ് ഡേ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്? നാഷണൽ സ്പേസ് ഡേ എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ August 23 എവറി ഇയർ. ശരിയാണ്. ഓക്കെ, തീം ഫോർ നാഷണൽ സ്പേസ് ഡേ 2025 ടച്ചിങ് ലൈവ്സ് വിത്ത് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ. അതല്ല, 2 തെറ്റാണ്. തീം തെറ്റ്. 2025 തീം അതല്ല, 24 തീമായിരുന്നു അത്. ഓക്കെ, ഇറ്റ് കൊമമറേറ്റ്സ് എ സക്സസ്ഫുൾ ലാൻഡിങ് ഓഫ് ചന്ദ്രയാൻ 3 ഓൺ ദ മൂൺ. അതാണ് കറക്റ്റ്. നാഷണൽ സ്പേസ് ഡേ നമ്മൾ August 23 കൊണ്ടുവരാൻ കാരണം എന്താ? ഏത് വർഷമാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത്? 2023 നമ്മുടെ മൂണിൻ്റെ ഏത് പോളിൽ ലാൻഡ് ചെയ്തു? മൂണിൻ്റെ സൗത്ത് പോളിൽ. ഓക്കെ, മൂണിൻ്റെ സൗത്ത് പോളിൽ സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 2023 ലാൻഡ് ചെയ്തത്. ചന്ദ്രയാൻ 3 മിഷനിലാണ് പോയത്. അതിനെ ഓർത്തു വെക്കാൻ വേണ്ടി ഏത് പോയിന്റിലാണ് ലാൻഡ് ചെയ്തത്? ശിവശക്തി പോയിന്റിലാണ് ലാൻഡ് ചെയ്തത്. ഓക്കെ, ഈ പോയിന്റ് ലാൻഡ് ചെയ്തുകൊണ്ടാണ് അതിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ എന്താ നാഷണൽ സ്പേസ് ഡേ ഈ ഒരു ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ശരിയാണ്, 3 ശരിയാണ്,
പിന്നെ എന്താ വെച്ചാൽ നോക്കാം. ഇറ്റ് വാസ് അനൗൺസ് സെലിബ്രേറ്റ് സക്സസ്ഫുൾ മാർസ് ഓർബിറ്റർ മിഷൻ. അല്ല, ചന്ദ്രയാൻ 3ക്ക് വേണ്ടിയാണ് വന്നത്. അപ്പോൾ 4 തെറ്റാണ്. അപ്പോൾ 4 തെറ്റാന്ന് പറയുമ്പോൾ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കട്ട് ചെയ്യാം. പിന്നെ ഇതാണ് 2 തെറ്റാന്ന് നമ്മൾ പറഞ്ഞു, ഇതും കട്ട് ചെയ്യാം. പിന്നെ 1 ശരിയാണെന്ന് പറയും. അപ്പം ഇവിടെ ഓൺലി 3 തെറ്റാണ്. അപ്പോൾ 1, 3 ആൻഡ് 5. ഇറ്റ് ബിൽഡ്സ് ഗ്രേറ്റർ അവയർനെസ് ആൻഡ് enthusiasm among citizens about India's space journey. അത് കറക്റ്റാണ്. ഇന്ത്യയുടെ സ്പേസ് ജേണിയെക്കുറിച്ച് കൂടുതൽ അവയർനെസ്സും എന്തൂസിയാസും ഒക്കെ വരുത്തുന്നത് എന്താണ്? ഈ ഒരു സ്പേസ് ഡേ നമ്മൾ കൊമമറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആ രീതിയിലുള്ള എന്തൂസിയാസം ഒക്കെ ഡെവലപ്പ് ചെയ്യും സയൻസ് എന്തൂസിയാസ്റ്റുകളിൽ, സ്റ്റുഡൻസുകളിലും ബാക്കി പഠിച്ചു വരുന്ന കുട്ടികളിലും എല്ലാം സയൻസിനെ കുറിച്ച് കൂടുതലൊരു ഇഷ്ടം തോന്നാൻ വേണ്ടി എന്താ ഇതിനെക്കുറിച്ച് അവയർനെസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ 1, 3 ആൻഡ് 5 1 ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 23rd ഓഗസ്റ്റ് ആണ്. ചന്ദ്രയാൻ 3യുടെ ഇമ്പോർട്ടൻസിന് വേണ്ടി ലാൻഡ് ചെയ്ത് ഓർക്കാൻ വേണ്ടിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവയർനെസ് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈ വർഷം 2026 തീം ഇതുവരെ ഒഫീഷ്യലി വന്നിട്ടില്ല. അതുകൊണ്ട് 25 തീം നിങ്ങൾ നോക്കിയാൽ മതി. 24 തീം ഇപ്പം 23 ലാൻഡ് ചെയ്തത്. അതിൻ്റെ ആനിവേഴ്സറി എന്ന് പറയുന്നത് 24 ഫസ്റ്റ് ആനിവേഴ്സറി തീം. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി തീമാണ് അവർ തന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ തന്നത് ഈ കണ്ടോ, തീം ഫോർ നാഷണൽ സ്പേസ് ഡേ 2025 എന്ന് പറഞ്ഞാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ 2024 തീമാണ് അവർ തന്നത്. ടച്ചിങ് ലൈഫ്സ് വെൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ. അത് 24 തീമാണ്. 25 തീം വേണമെങ്കിൽ ഈ എക്സാമിന് ചോദിക്കാം. ആര്യഭട്ട ടു ഗഗൻയാൻ. ആര്യഭട്ട മുതൽ ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് നമ്മുടെ ഹ്യൂമൻ മാൻഡ് സ്പേസ് മിഷൻ, ഹ്യൂമൻ റേറ്റഡ് LVM-3 ആ ലോഞ്ച് വെഹിക്കിളായിരിക്കും നമ്മൾ മനുഷ്യനെ ക്രൂഡ് മിഷൻ നമ്മൾ ആദ്യമായിട്ട് ലോ എർത്ത് ഓർബിറ്റിലേക്ക് അയക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഗഗൻയാൻ. ഓക്കെ, ഈ ഗഗൻയാനുമായിട്ട് ബന്ധപ്പെട്ട ആര്യഭട്ട സാറ്റലൈറ്റിൽ നിന്ന് ഗഗൻയാൻ വരെ എത്തിയ നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് മിഷൻ ഏൻഷ്യൻ വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്, അതാണ് ഈ ഒരു വർഷത്തെ നാഷണൽ സ്പേസ് ഡേയുടെ തീം, 2025 തീമെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് PYQ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ബാക്കി സബ്ജക്റ്റുകളുടെയും വരാൻ പോകുന്ന നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന് മുൻപ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇതിപ്പോൾ കേൾക്കുക. എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എഴുതി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതി വെച്ച നോട്ട്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അഡീഷണൽ ഫാക്റ്റ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ KS മെൻറ്ററിനോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. May 2-നും May 16-നും ജൂണിലുള്ള എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അറിയിക്കുന്നു. അപ്പം ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.